ഈ മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകുന്നത് ആർക്കായിരുന്നു വിഷമം? ഹരിഫെ ഹായ്. ആർക്കായിരുന്നു വിഷമം? ആ മതത്തിലെ തന്നെ പൗരോഹിത്യത്തിനായിരുന്നു പ്രശ്നം. കാരണം അവർക്ക് പേറുയന്ത്രങ്ങളാകാൻ മുസ്ലിം പെൺകുട്ടികൾ നിന്നു കൊടുക്കുന്നില്ല എന്നതാണ് അവരെ ബാധിച്ച ഏറ്റവും വലിയ ആശങ്ക. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്. ഈ പൊട്ടക്കിണറ്റിന് പുറത്തേക്കൊരു ലോകമുണ്ട് എന്ന് അവരറിയരുത്. അവര് നമ്മുടെ അടിയും ഇടിയും ചവിട്ടും കുത്തും കൊണ്ട് പേറിയന്ത്രമായി വീട്ടിലിരുന്നോട്ടെ. കറുത്ത കുപ്പായമിട്ട, പോത്തിന്റെ കുപ്പായമിട്ട പോത്തേ പോത്തേ എന്നാണ് വിളിച്ചത്. ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കമന്റുമായിട്ട് വന്നത് കണ്ടില്ലേ? അലി സെയ്ദ്, ആ പേരിൽ തന്നെ ഉണ്ട് അവനൊരു മുഹമ്മദീയൻ അല്ലേ? അതെ, ഉമ്മായെ വിളിക്കുന്ന വിളിയാണ് ഇവിടെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ തള്ള അവനെ തൂറിയിട്ടത് കൊണ്ടും ഈ രൂപത്തിൽ ഒരു സംസ്കാരം അവന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടും അവൻ ഇങ്ങനെ പറയാനേ പറ്റൂ. അതല്ലെങ്കിൽ അവനും ആ മോൻ തന്നെയല്ലേ. മറ്റുള്ളവരെ ലൈംഗിക അവയവങ്ങളുടെ പേര് വെച്ചിട്ട് ചീത്ത പറയുമ്പോൾ അവൻ വിചാരിക്കുന്നത് അവൻ ജയിച്ചു എന്നാണ്. അല്ലടാ, നിന്റെ മമ്മദ് നിന്നെ പഠിപ്പിച്ച 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾ അറിയും. അത്രേ ഉള്ളൂ. ഇതെന്റെ ലൈവാണല്ലോ, ഇതിനകത്തേക്ക് കയറി വരേണ്ട ഒരു കാര്യവും നിനക്കൊന്നും ഇല്ലല്ലോ. നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത്? ബസിന്റെ ബോർഡ് പോലും വായിക്കേണ്ടത് കണ്ടക്ടറോട് ചോദിച്ചാൽ മതി എന്താ KP ക്രിയേഷൻസ് ഇവർ തന്നെ പറയാറുള്ളത്. അപ്പോ ഓരോ മതമലരന്റെയും, പ്രത്യേകിച്ച് സമാധാന മതമലരന്റെ കൾച്ചർ ഇങ്ങനെയാണ്. അപ്പോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്നും അവര് പഠിക്കേണ്ടവരല്ല, മറിച്ച് അവർ പേറിയന്ത്രങ്ങളായി വീട്ടിലിരിക്കേണ്ടവരാണെന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവർ വിദ്യാസമ്പന്നരായി. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടേണ്ടി വന്നു. അവർ സ്വയം തൊഴിലുകൾ കണ്ടെത്തി. നമ്മുടെ രാജ്യത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ സ്വന്തമായിട്ട് അവര് തന്നെ സ്ഥാപനങ്ങളും ഒക്കെ ഇട്ട് തൊഴിൽ രംഗത്തേക്ക് അവരിറങ്ങാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഇവര് വിചാരിക്കുന്നത് പോലെയുള്ള ഒരു തന്ത്രങ്ങളും അവിടെ നടന്നില്ല. ഇവരുടെ സകലമാന പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി. സുധി പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പോ അവര് വിദ്യാഭ്യാസം നേടുകയും അവർക്ക് വ്യക്തിത്വ വികാസം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും അവരുടെ ജനാധിപത്യമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ സംബന്ധിച്ചും അവർ ചോദ്യം ചെയ്തു തുടങ്ങി. അവരെ അനാവശ്യമായി നിയന്ത്രിക്കുന്ന ആളുകളോട് പൊരുതാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉസ്താദ് പറയട്ടെ, നമുക്ക് കേൾക്കാം. 10 വർഷമാകുമ്പോഴേക്ക് 30% പെൺകുട്ടികൾക്ക് കേരളത്തിൽ കല്യാണത്തിനോട് താല്പര്യമില്ല കണക്ക്. 10 വർഷമാകുമ്പോഴേക്ക് അത് 90% ആകുമെന്നാണ് കണക്ക്. നമ്മൾ ഉണർന്നിരിക്കണം. വിജാതി അതിക്രമങ്ങൾക്കെതിരെ കാവൽ നിരന്തരമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉസ്താദിന്റെ ഒരു വേദന നോക്കിക്കേ. യജാതി അതിക്രമങ്ങൾ. പുരുഷന്റെ പേറിയന്ത്രമാകാൻ നിന്നു കൊടുക്കാതെ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായി അവരുടെ ജീവിതം തെരഞ്ഞെടുക്കാൻ അവരുടെ അതേ മേഖല അതല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ എത്തിയപ്പോൾ ഉസ്താദുമാരുടെ വയറ്റത്തടി കിട്ടി. അതുകൊണ്ട് യജാതി അതിക്രമമാണെന്നും നമ്മൾ അതിനെ കരുതിയിരിക്കണമെന്നും. പ്രായോഗിക ജീവിതം പറഞ്ഞ വേറൊരു കാര്യം കേട്ടോ. അയാൾ പറഞ്ഞ വേറൊരു കാര്യം കേട്ടോ. അതായത് 30% മുസ്ലിം പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കും. ഇതൊരു 10 വർഷം കഴിയുമ്പോൾ 90% അതോ 95% മാറും. കാവൽ നിരന്തരമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രായോഗിക ജീവിതം
എന്തിനാണ് കല്യാണം എന്നാണ്, അതൊരു ബന്ധനം എന്നാണ്. ഡോക്ടർ മാത്തുവല്ലൂരിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ വിവാഹം ബന്ധം ബന്ധനം. എന്തിനെ കല്യാണം എന്നാണ് ഓരോരുത്തരും വിചാരിക്കുക. എന്നിട്ടാ ആടിപ്പാടി അടിച്ചു പൊളിച്ച് നടക്കണം. അതിന് പണം വേണം, പണം കിട്ടാൻ ജോലി വേണം, ജോലിക്ക് മാത്രം ഒരു വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസ കാലം അടക്കോ ഒതുക്കൊന്നും പാടില്ല, അടിച്ചു പൊളിക്കണം. അതിന് പറ്റും വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും. എറണാകുളത്തെ പ്രസിദ്ധമായ ഒരു കോളേജിൽ ലവ് ബോക്സ് ഒരു ക്യാൻറ്റീൻ്റെ അടുത്ത്. എന്താ സംഭവം? ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, അവളെ പേരെന്താണ്, അവളെ ഏത് ബാച്ചാണ് എന്നൊക്കെ എഴുതിയിട്ട് അതിലിട്ടാൽ ഇതിന്റെ നടത്തിപ്പേര് ഒരു തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കി കൊടുത്തോളും. ഇതാണ് അവിടുത്തെ ലവ് ബോക്സിന്റെ അടിസ്ഥാനം. ऐसा सिखाऊंगा कि 15 मिनट में मार्केट से बाहर। ഖുർആനാണ് പറയുന്നതെങ്കിലും ഹറാമായിട്ടുള്ള ജൂതന്റെ വരുമാനമൊക്കെ ഇവർക്ക് പറ്റും കേട്ടോ. പരസ്യ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഘോരാഘോരം പ്രസംഗിക്കുന്നത് എന്നുള്ളത് ആകെ ഒരു സംഭവം. ഓന് ശരിയായി കൊടുക്കും. കാര്യം വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. എറണാകുളത്തെ മറ്റൊരു കോളേജിൽ കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം അഡ്മിഷന് ചെന്നപ്പോ അവരുടെ ആദ്യത്തെ ക്ലാസ് ദിനത്തിന്റെ അന്ന് വിവിധയിടങ്ങളിൽ ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പൂർണ്ണകായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന 100% വിവസ്ത്രരായ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഒരു എഴുത്തുണ്ട്, തുറച്ചു നോക്കണ്ട, നീ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ അങ്ങനെ എഴുതൊട്ടിക്കാൻ പറ്റുമോ? രാവിലെ വിസർജിക്കണതിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് തുറച്ചു നോക്കണ്ട, രാവിലെ എന്ത് ചെയ്താൽ മതി എന്ന് ആലോചിച്ചാൽ മതി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് സാഹചര്യം. അതിനുവേണ്ടി പറയണത്, ഒരൊറ്റ ടൂർ കൊണ്ട് മകൾ നശിച്ചു പോകും, നമ്മുടേതല്ലാതെയായി മാറും. ഗർഭമായിട്ട് മടങ്ങി വരുന്ന പെൺകുട്ടികളുടെ ടൂറും കഴിഞ്ഞിട്ട്. അമേരിക്കയിലൊക്കെ അതൊരു വ്യാപകമായ സംഗതിയാണ്. 10-35 കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ 4,80,00,000 ജാര സന്താനങ്ങളുണ്ട്. തന്താരാന്നറിയാത്ത കുട്ടികളുണ്ട് നപ്പം. അപ്പോ കേരളത്തിൽ നിന്ന് ടൂറിന് പോകുന്ന പെൺകുട്ടികളെല്ലാം ഗർഭിണികളായിട്ടാണോ വരുന്നത്? എന്ത് അസംബന്ധമാണ് ഇയാൾ പറയുന്നത് നോക്കിക്കേ. ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ ഇതിൽ വകുപ്പുകളില്ലേ? ടൂറിന് കൊണ്ടുപോകുന്നത് സ്കൂളുകളും കോളേജുകളുമല്ലേ? അപ്പൊ അവരൊക്കെ എന്തിനാണ്? സെക്സിന് വേണ്ടി കൊണ്ടുപോകുന്നു, അതല്ലെങ്കിൽ അവിഹിതത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്നല്ലേ ഇയാൾ ഈ പറഞ്ഞത്? ചിലപ്പോ ഇയാളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ടൂറിന് പോയിട്ട് വന്നപ്പോൾ നിറവയറോട് കൂടി വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. അവർ ഉയർത്തുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ച് പഠനമുണ്ട്. ഫാദർലെസ് അമേരിക്ക എന്നുള്ള പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫാദർലെസ് അമേരിക്ക, തന്തല്ലാത്ത അമേരിക്ക എന്നാണ് ആ പുസ്തകത്തിന്റെ പേരന്. ഈ ജാരസന്താനങ്ങൾ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രത്യാഘാതങ്ങളുമാണ് അതിന്റെ പ്രമേയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യത്തീംഖാനകൾ ഉള്ളത് മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. ആരാ അനാഥ മക്കളെ ഉണ്ടാക്കുന്നത്? തന്തയില്ലാത്ത മക്കളെ ഉണ്ടാക്കുന്ന അമേരിക്കയെ പറയുന്നതിന് മുമ്പ് കേരളത്തിൽ തന്തയില്ലാത്ത മക്കൾക്ക് ജന്മം നൽകുന്ന ആളുകളെ പറയണം. അവർക്ക് സംരക്ഷണം നൽകുന്ന യത്തീംഖാനകളെ കുറിച്ച് പറയണം. മദ്രസകളിൽ കുഞ്ഞുങ്ങളെ പിടിച്ചു പീഡിപ്പിക്കുന്നവരെ സംബന്ധിച്ചു പറയണം. അപ്പോ ഇവര് ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും ഇവർക്ക് പറയാനില്ല. കാരണം ഏറ്റവും കൂടുതൽ അനാഥ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവിഹിത ഗർഭമുണ്ടാക്കുകയും ചെയ്യുന്ന ഞമ്മന്റെ 6-ാം നൂറ്റാണ്ടിലെ കിതാബും പൊക്കിപ്പിടിച്ച് ഇവന്മാരുടെ ഈ വഷളത്തരങ്ങളും മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകളും വിശ്വസിച്ച് അതിനകത്ത് അഭിരമിച്ചു പോയി പെണ്ണിനെ കണ്ടാലുടനെ കേറി പിടിക്കുന്നവന്മാരെ പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസമല്ലേ സാക്കിർ നായിക്ക് പറഞ്ഞത്, ഒരു പെണ്ണിനെ ഒരാണ് കേറി പിടിച്ചാൽ, അവളെ ബലാത്കാരം ചെയ്താൽ അതിന് ഉത്തരവാദി ആ പെണ്ണാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ ട്രെയിനിനകത്ത് വെച്ച് സ്വയംഭോഗം ചെയ്ത ഉസ്താദിന്റെ നിയന്ത്രണമില്ലായ്മയെ കുറിച്ച് ഇവര് പറയണ്ടേ? അതെന്താ ഇവർക്ക് പറയാൻ പറ്റാത്തത്? കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ എന്തിനാ മലർന്നു കിടന്ന് തുപ്പുന്നത് എന്ന് ഉസ്താദ് വിചാരിച്ചിട്ടുണ്ടാകും. കാരണം ഇത് എങ്ങനെ വന്ന് വീണാലും ഇത് നമ്മളെ ആണല്ലോ കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങളാണല്ലോ എന്നല്ലേ ഇവര് തന്നെ പറയുന്നത്. പറഞ്ഞു വിട്ടത് റെനി കേട്ടോ, ഇതുപോലുള്ള ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ശരി, നമ്മുടെ നാട്ടിലും കൂടി വരികയാണത്. വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി താത്വിക പിന്തുണ എടുക്കാൻ സമ്മേളനങ്ങൾ നടക്കുകയാണ്. എന്തിനാ നിന്റെ ശരീരത്തെ കരിന്തുണിയിൽ മൂടിക്കെട്ടി നടക്കുന്നത് എന്ന് കവിത രചിക്കുകയാണ്.
നീ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ല, മദ്രസയിൽ ഈ കരിന്തുണിക്കകത്ത് മൂടിക്കെട്ടി വരുന്ന ആളുകളെ കേറി പിടിച്ച് അവരെ ബലാത്കാരം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആ ഉസ്താദുമാരെ നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇയാളിത് കാണുമോ കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും മദ്രസകളിൽ നടക്കുന്ന ചില ലീലാവിലാസങ്ങൾ ഞാൻ പറയുന്നില്ല, ഒരു ഉമ്മ പറയട്ടെ, അത് കഴിഞ്ഞിട്ടൊരു ഉസ്താദ് പറയട്ടെ, നമുക്കതേ പറയട്ടെ, അതൊന്ന് നമുക്ക് കേൾക്കാം. ഒരു മാതാവ് വേദനയോടെ പറയുന്നു. ഈ 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക. പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക. എന്നിട്ട് കരിന്തുണിയിൽ പൊതിഞ്ഞു പോയ 11 വയസ്സുകാരിയോട് ഈ 6ാം നൂറ്റാണ്ടിന്റെ കിതാബ് പഠിപ്പിക്കുന്ന കാമഭ്രാന്തൻ ചെയ്തതാണ് ഒരു മാതാവ് ഗൾഫിൽ നിന്ന് വേദനയോടെ പറയുന്നത്. ഉസ്താദ് ഇങ്ങനെ ഒഴിയ ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് ഇന്നിനെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്. അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം. അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്നേ. അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ള തന്നെ, അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദിനെ അടുത്ത് നിർത്തുന്നുണ്ട് എഴുതും, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ്. വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞ് എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസം 1-1.5-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തു പണി. ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഊരിപ്പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുന്നൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്ന, അത്രേ ഉള്ളൂ. കളബടുക്കൂസുകൾ. എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ. ഫുഡ് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഉസ്താദിന് കൊടുക്കണം. എന്താ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദ് നമ്മുടെ മക്കളെ പണിയെടുക്കണമെങ്കിൽ പഠിപ്പിക്കുന്നു എന്ന വ്യാജേന കുട്ടികളുടെ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ച് ഞെരടണമെങ്കിൽ അവർക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും പിന്നെ അവരുടെ കുടുംബക്കാർക്ക് ഞം തിന്നണ്ടേ, അതിനുള്ള പണവും കുടുംബക്കാര് കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെ ആരാന്റെ നെയ്ച്ചോറും പോത്തു ബിരിയാണിയും ഒക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കുത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കയറി ഒന്ന് പിടിക്കണം, അവരുടെ മുലഞ്ഞെട്ടുകൾ ഒന്ന് ഞെരടണം. ഉസ്താദിന് തോന്നുക ഇരു ചെവി അറിയാതെ അത് മദ്രസയ്ക്കകത്തു വെച്ച് തന്നെ പരിഹരിച്ചു വിടുന്ന പള്ളിക്കമ്മിറ്റിക്കാര് ചെയ്യുന്നതും ഈ പേരൻസ് അതിനോട് സഹകരിക്കുന്നതും കാരണമാണ് ഉസ്താദ് അടുത്ത മദ്രസയിൽ പോയിട്ട് അതിനേക്കാൾ കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാ. ഉസ്താദിനല്ല ആദ്യം എന്തോ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങ് തിന്നൂടെന്ന് അറിയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര് ഷോപ്പർ കൊടുത്ത് അതോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ, കടത്തി കൊടുക്കുക എല്ലാരും.
ചപ്പാത്തി, ചിക്കൻ കറിയും, മീൻ വീട്ടില് പട്ടിണിക്ക് കിടക്കുന്ന ഇവന്മാരൊക്കെ ഒരു മദ്രസയിൽ വന്ന് ജോലി എടുത്തു കഴിഞ്ഞാൽ ഉടനെ വീട്ടുകാർക്ക് ഇവൻ കൊടുക്കുന്നത് ഒരു മെനു ആണ്. രാവിലെ ഇന്നത്, ഉച്ചയ്ക്ക് ഇന്നത്, രാത്രി ഇന്നത്, വൈകിട്ട് ഇന്നത്. അതേ പറ്റൂ പിന്നീട് ഉസ്താദിന്. നടത്തി കൊടുക്കുക എല്ലാരും. ചപ്പാത്തി, ചിക്കൻ കറിയും, മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ട കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരുത്ത ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മോലിയന്മാര്. ഒരു മൂലയില് പറഞ്ഞാ പോരെ, എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാണെന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്. പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് ഫർദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. ഇതുപോലെ നല്ല വാപ്പയ്ക്കുണ്ടായ തന്റേടമുള്ള ആളുകൾ ഇവിടെയുണ്ട്. പിന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉദ്ധാരണമുള്ളത്? തന്തയില്ലാത്ത മക്കളെ മറ്റുള്ള സ്ത്രീകൾ പ്രസവിക്കാൻ കാരണക്കാരാരാണ്? മദ്രസയിൽ നടത്തുന്ന ഉഴിച്ചിലും പിഴിച്ചിലും ആരാണ് നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇന്ന് സഹികെട്ടും ഗതിമുട്ടിയും മുസ്ലിങ്ങൾ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ, വിമർശിക്കാൻ രംഗത്തിറങ്ങി എന്നതാണ് നമ്മൾ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട്. നമ്മളും ഉദ്ദേശിച്ചത് ഇത്ര തന്നെയുള്ളൂ. കൂടുതൽ ആളുകൾ ഇത് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ജീവൻ പണയപ്പെടുത്തി ഈ കാമഭ്രാന്തന്മാരുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതും ഈ തീവ്രവാദികളുടെ അജണ്ടകളും ഹിഡൻ അജണ്ടകളും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്തിനാ? നാളെ എൻ്റെ മക്കൾക്ക്, ചെറുകുട്ടികൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി മതേതരന്മാരായി ജീവിക്കാൻ സാധിക്കണം. ആ ബഹുസ്വരതയെ തകർക്കാൻ ഒരു രൂപത്തിലും അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്തി ഇതിനിറങ്ങി തിരിച്ചത്. കണ്ടില്ലേ എത്രയാ വധഭീഷണികൾ വരുന്നത്? ഇവന്മാരൊക്കെ എന്നെ എങ്ങാനും പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കത്തി എടുത്തു കുത്തി കീറും. പപ്പടം പൊടിക്കുന്നത് പോലെ എന്നെ പൊടിക്കുന്ന അരിശമുണ്ട് ഇവർക്ക്. കാരണം വിവരമില്ല. 6-ാം നൂറ്റാണ്ടിലെ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം കൊണ്ടാണ് ഈ ലിംഗ ചിന്തക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ പോലും വന്നിട്ട് തെറി അഭിഷേകം നടത്തുന്നത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാമോ, എഴുതാൻ അറിയാമോ? ദാ ഒരു ഹമീദ് വന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്ക് അവൻ എഴുതിയത് എന്താണെന്ന്. ഒന്ന് വായിച്ചു നോക്ക്. ഒരു വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്ത ആഭാസന്മാരായിട്ടുള്ള ഈ ലിംഗ ചിന്തക്കാർ ഈ ക്യാൻസർ മതത്തിനകത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എഴുത്തും അറിയില്ല, വായനയും അറിയില്ല, അതുകൊണ്ട് തന്നെ വിവരവുമില്ല. അതെ, 300-ലധികം തീവ്രവാദ സംഘടനകൾ. എന്തിനാ? അള്ളാഹുവിന്റെ ആശയം വളർത്താൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ ഈ തീവ്രവാദ ആശയവും ഈ ലൈംഗികതയും വളർത്തുന്നതിനു വേണ്ടി ഒരു കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് പറയാൻ നമ്മൾ നമ്മുടെ ജീവിതം ത്യാഗം ചെയ്ത് സമർപ്പിക്കാൻ ഈ രാജ്യത്തിന് ജീവൻ മാത്രമേ ഉള്ളൂ, ജീവിതവും അതിന് തയ്യാറായി വന്നത് കൊണ്ടാണ് ഇവർ ഇത്രമാത്രം തെറി അഭിഷേകം നടത്തുന്നത്. വീടുകളുടെ കൾച്ചറാണ്. ഇവന്റെ തന്തയും തള്ളയും ഇവനെയൊക്കെ വീട്ടിൽ ഏത് രൂപത്തിലാണ് വളർത്തുന്നത് എന്ന് ഇവന്റെ ഒക്കെ വായിൽ നിന്നും വരുന്ന വാക്കുകളിൽ ഇല്ലേ? ശരി, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് ഇറങ്ങി ഇവരെന്നോട് സംവദിക്കട്ടെ. ഇവരുടെ തെറി അഭിഷേകവും കാമക്കളികളും ഒന്നും വെച്ചിട്ട് എന്നോട് സംവദിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ അവന്റെ തന്തയും തള്ളയും അവനെ പഠിപ്പിച്ചത്. എന്റെ തന്തയും തള്ളയും എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല.
എന്റെ തന്തയും തള്ളയും രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിച്ചു തന്നാണ് എന്നെ വളർത്തിയത്. കണ്ടില്ലേ, ആഷിഖ് അവന്റെ തള്ളയെ വിളിക്കുന്ന വിളിയാണ്. ഹമീദ് അവന്റെ തള്ളയെ വിളിക്കുന്ന വിളിയാണ്. ഇവന്റെ ഒക്കെ തള്ളമാരാ നാട്ടിൽ പേര് കേട്ട ഇവരാ. മനസ്സിലായോ? മതം ഉൽപ്പാദിപ്പിച്ച മമ്മദിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ, ആ മമ്മദിന്റെ കാമകേളികളല്ലേ ഇവര് പഠിക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇവര് ചെറിയ പ്രായത്തിലെ ആദ്യം പോകുന്നത് മദ്രസകളിലാണ്. ആ മദ്രസകളിൽ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കുറച്ച് കാമഭ്രാന്തന്മാരായിട്ടുള്ള ഉസ്താദുമാരെയാണ്. ഉസ്താദ് തന്നെ പറയട്ടെ. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലാ തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത വലിയ ഉസ്താദുമാരെ തെറ്റുകൾക്ക് പിടിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. കേട്ടോ? മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലാ തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കുക. നമ്മളെ പണ്ഡിതന്മാരായി എന്ത് പുണ്ണാക്കിലെ പണ്ഡിതനായി ആദ്യമായി നഴ്സറികളിൽ അതല്ലെങ്കിൽ കിൻഡർ ഗാർഡനുകളിലൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടാക്കുമ്പോൾ അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് എ ആപ്പിൾ, ബി ബോൾ, ബോയ്, സി ക്യാറ്റ്, കാർ ഇതൊക്കെയാണല്ലോ. പക്ഷെ ഇവര് പഠിക്കുന്നത് എന്താണ്? തറ ഇസിക്കൽ ടു നബി, മറ ഇസിക്കൽ ടു ഫാത്തിമ. അങ്ങനെ മാറ്, മോറ്, ഡാഷ് ഇതൊക്കെയാണ് ഇവര് പഠിക്കുന്നതും പഠിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓരോരുത്തര് കയറി വരുന്നതാ. നോക്ക്, നബിയുടെ കാമഭ്രാന്തിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അത് കേട്ടിട്ട് പോയാ മതി കേട്ടോ. ഈഷക്കാരോടാ പറഞ്ഞതൊന്ന് കേൾക്കറിനി. ഹാജറ നോക്ക്, ഹാജറയുടെ കൾച്ചറാണ് കാണുന്നത്. നോക്കിക്കോ. എന്ത് ചെയ്യാന്? പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ലിംഗമതത്തിലല്ലേ ഉള്ളത്. അവൾക്കും യോനി കൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരി, അപ്പോൾ ഉസ്താദ് പറയട്ടെ. പൈതങ്ങളെ ലൈംഗിക രതി വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലികന്മാർ. ഷിഹാബുദ്ദീനെ ഉമ്മയോട് ചോദിക്കേ, തരുമോന്ന്. കണ്ടോ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് പറയുന്നത്. കാരണം വീട്ടിൽ സ്വന്തം ഉമ്മയെ പിടിച്ച് കളിച്ച് ശീലമുള്ളവൻ മാത്രമേ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ. അവന്റെ പേരെന്താ? ഷിഹാബുദ്ദീൻ. എങ്ങനെയാ ഇവരെ തെറി പറയാതിരിക്കുക? എങ്ങനെയാ ഇവര് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാതിരിക്കുക? ഇവര് പഠിച്ചതല്ലേ പാടൂ. ചെറിയ പ്രായത്തിലെ മദ്രസകളിൽ പോയി ഉസ്താദിന്റെ കൈവളത്തിൽ വലുതായവർ ഇതേ പറയും. ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? ഓല് മാന്യന്മാര് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യല്ലേ? പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. എല്ലാം പോക്കാണെന്ന് അപകടാവൂലേ ഇത് പറഞ്ഞാൽ? എന്തിനാ അബ്ബാസ് വൈസ് അത്ര രൂക്ഷമായി പറഞ്ഞ്? നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത്? സാധാരണക്കാര് ചെയ്യോ അത്? പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ ആരൊക്കെയല്ലേ നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിബന്ധിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഖുതുബുസ്സമാൻ പ്രഖ്യാപിക്കുന്നത്.
അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. പൊന്നു ഹബീബന്മാരെ അപ്പണിന് ശരിയല്ല, മാറണ്ടേ? മദ്രസകൾ നടത്തിക്കോളി, ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് പടക്കല് വേറെ നടക്കും. നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയില്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയലു കേൾക്കലുണ്ടപ്പോ ഇല്ല. കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം, വയല്, അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും, നിർത്ത് കയറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം? അപകടകരമായ രംഗവേദിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ, അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചവിട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ കുണ്ടാര പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ, പ്രിയപ്പെട്ടവര്, നമുക്കെന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്തിന് ആലോചിക്കാനും. ഇനി ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കെന്ന് വയലറിയാൻ പറയും, മാലിത്തെ കാലിനോട് വയലറിയാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സ്വവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിൽ ഏർപ്പെടുന്ന, സംസർഗത്തിൽ ഏർപ്പെടുന്ന പ്രസംഗം പള്ളിക്കെന്നാണ് നടക്കുമ്പോ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ കീഴ്പെട്ട് അറിയും. ഉസ്താദേ, കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക്. അപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ അനാഥ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്? ഏറ്റവും കൂടുതൽ യതീം കുട്ടികളെ ഉണ്ടാക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ശിശുപീഠകന്മാരാരാണ്? ബലാത്സംഗം ചെയ്യുന്ന ഹലാൽ വ്യഭിചാരികൾ ആരാണ്? അതുകൊണ്ട് ശരി, ഇർഷാദ് ഗൂഗിളിൽ പോയി നോക്കിയിരിക്കും. ചെല്ല, നിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? നീ ഗൂഗിളിൽ പോയി നോക്കിയിരിക്കും, പോയിക്കോ. ആരും അലി ഹുസൈൻ ഒരാള് ചെയ്യുന്ന തെറ്റിന് എല്ലാവരെയും പറയുന്നില്ല. ഒന്നാണോ? 1000 ആണോ? 10,000 ആണോ? ഈ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട്, ഈ ചാറ്റ് ബോക്സിനകത്ത് വന്നിട്ട് പൂരത്തെറി പറയുന്ന ആളുകളെ നീ കണ്ടോ? കളിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്ന ആളുകളെ നീ കണ്ടോ? ഇതൊക്കെ നിന്റെ ഭോഗമതത്തിലെ ആളുകളാണ്. ഷഹാബുദ്ദീനും ഹാഷിമും ഷിഹാബുദ്ദീനും സിറാജും ഒക്കെ നിന്റെ മതത്തിന്റെ സന്തതികളാ. ഇവിടെയും കാമവും ഭോഗവും, അവിടെയും കാമവും ഭോഗവും. ആ പഠിപ്പിക്കലിന്റെ കൂടുതൽ കൊണ്ടാണടാ നിന്റെ മതത്തിൽപ്പെട്ട ആളുകൾ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതെ എവിടെ പോയാലും ലിംഗം കയ്യിൽ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? ഇക്കാരണം കൊണ്ടാ. ഉസ്താദ് പറഞ്ഞതും അത് തന്നെയാണ്. 3-3.5 വയസ്സു മുതൽ കുട്ടികൾ പഠിക്കുന്നതും കാണുന്നതും അവർ അനുഭവിക്കുന്നതുമൊക്കെ ഈ കാമഭ്രാന്തന്മാരായിട്ടുള്ള ഉസ്താദുമാരെയാണ്.
അതുകൊണ്ടാണ് അവരും പിന്നീട് അതേ ചിന്താഗതിയിലേക്ക് മാറുന്നത്. അപ്പോ കുത്തുബുസ്സമാന്റെ അബ്ബാസ് ഉസ്താദാണ് നിർഭയം ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് തടവാനും ഒഴിയാനും സമയമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പ്രയോഗം നടത്താനും യാതൊരു മടിയുമില്ലാത്ത ഇവന്മാരുടെ ലിംഗഛേദം നടത്തണമെന്നാണ് കുത്തുബുസ്സമാന്റെ പണ്ഡിതനായിട്ടുള്ള അബ്ബാസ് ഉസ്താദ് പ്രഖ്യാപിക്കുന്നതും ലോകത്തോട് വിളിച്ചു പറയുന്നത്. ധൈര്യമുണ്ടോ ഇങ്ങനെ ഇത്തരക്കാരെ ഒന്ന് വിളിച്ചെത്തു കൊണ്ടുവരാൻ? ഉണ്ടോ? ഫിറ്റ്നസ് കോച്ച്, നിന്റെ വാപ്പ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നിന്റെ വാപ്പാടെ മൊത്തം സുനയും ഞാൻ ചെത്തി വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. ഉമ്മായോട് ചോദിക്ക്, കൂടുതൽ അനുഭവം ഉമ്മായിക്കായിരിക്കുമല്ലോ, ഉമ്മ പറഞ്ഞു തരും കൂടുതൽ കാര്യങ്ങൾ. ചെല്ലെ. അലി ഹുസൈനെ പറഞ്ഞു വിട്ടേരെ. അപ്പോ ഇവിടെ ഉസ്താദ് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. എടാ തുമ്പൻ സ്ട്രീമിനെ ആരെയും ഞാൻ ഈ ലൈവിലേക്ക് വിളിച്ചിട്ടില്ല. ഒരു മുറിയനും ഇങ്ങോട്ട് വരെയും വേണ്ട. നിന്നെയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യം. ലൈംഗിക രോഗികൾ, മതഭ്രാന്തന്മാർ, നിന്നെ ആരെയും ഇവിടെ ആവശ്യമില്ല. ഫിറ്റ്നസ്സേ വാപ്പായോട് ഉമ്മയോട് ചോദിക്കച്ചല്ല. വാപ്പാക്ക് മൊത്തം ഉണ്ടോ എന്ന് ചോദിയില്ല. അപ്പൊ വാപ്പ പറഞ്ഞു തരും, ഉമ്മ പറഞ്ഞു തരും. അപ്പൊ ഉസ്താദ് പറയുന്നത് അമേരിക്കയിൽ പിതാവില്ലാത്ത മക്കൾക്ക് ജന്മം നൽകുന്നു. അമേരിക്ക വരെ പോകണോ കാക്ക? പോകണോ? ഈ കേരളത്തിനകത്തുള്ള യത്തീംഖാനകളിലെ തന്തയില്ലാത്ത മക്കളെയും ബലാത്സംഗത്തിനിരയായി പ്രസവിക്കേണ്ടി വന്ന മുസ്ലിം സ്ത്രീകളുടെയും എണ്ണം ഒന്ന് എടുത്താൽ മതി. ഓക്കെ, പറന്നുയരണം എന്ന് പറയാണ്. ഭാര്യയും ഭർത്താവും സ്നേഹിച്ചൊന്നിച്ച് ജീവിക്കുമ്പോ അതൊരു മാനക്കേടാണ്, അടിമത്തം. അത് അടിമത്താണ്. ആരാ അങ്ങനെ പറഞ്ഞത്? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബ സങ്കല്പം അടിമത്തമാണെന്ന് അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പെണ്ണിനോ സ്ത്രീക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മതം ഉൽപ്പാദിപ്പിച്ച, ഈ കാമഭ്രാന്തന്മാർ ഉൽപ്പാദിപ്പിച്ച സംസ്കാരം. ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കുക, അതൊരു മോശം പണിയാണ്, അടിമത്തം. പിന്നെയോ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അർദ്ധനഗ്നകളായി വല്ല ഓഫീസിലും ജോലിക്ക് കയറണം, മാനേജർക്ക് ചായ പഴമൊക്കെ കൊണ്ടു കൊടുക്കണം, മൂപ്പരാള് കഴിച്ചിട്ട് കുടിച്ചിട്ട് ആ പ്ലേറ്റും വാഴക്കത്തോലും ഒക്കെ പെറുക്കി കൊണ്ടുവന്ന് കഴുകി വെക്കണം. അത് സ്വാതന്ത്ര്യം, അത് സ്വാതന്ത്ര്യം. നേരെമറിച്ച് ഭർത്താവിന് സ്നേഹപൂർവ്വം ആർദ്രതയോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പാരതന്ത്ര്യം. ഭർത്താവിന് തന്നെ കൊടുത്തിരിക്കണം എന്നോ ഭർത്താവിന് ഭാര്യക്ക് കൊടുത്തുകൂടാന്നോ അങ്ങനൊന്നുമില്ല കേട്ടോ. ചില ആളുകൾ അങ്ങനെ പേപ്പർ വായിച്ച് വാട്സപ്പിലും കളിച്ച് സിറ്റൗട്ടിൽ ഇങ്ങനെ എടുക്കും. ഇടക്കിടക്കടി പോകാനായി ആയില്ലേ എന്ന് ചോദിക്കും, അവിടെ ഫുഡായോ എന്നാണ് ചോദ്യം. അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. തങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നമ്മള് ഫേസ്ബുക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ നമ്മളൊക്കെ കെട്ടിട്ടൊരു ചെങ്ങായിണ്ട്, സക്കർബർഗ്. അവന്റെ പുതിയ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു 1 മാസം 1.5 മാസം മുന്നേ. ഭാര്യയ്ക്കോടൊപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഫോട്ടോ, പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അയാള് ഫേസ്ബുക്ക് ഉണ്ടാക്കി നമ്മളൊക്കെ കെട്ടിട്ടിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ. ഇയാൾ ഇത് പറയണത് യൂട്യൂബിലൂടെയല്ലേ? ഇത് ഹറാമല്ലേ? ജൂതൻ ഉണ്ടാക്കിയ മീഡിയയല്ലേ? ഇയാളുടെ തിരുമോന്തയല്ലേ ആളുകൾ മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇയാൾക്കൊക്കെ തന്ത്രപൂർവ്വം മതത്തെ തിരസ്കരിക്കാം അല്ലെ? വേറെ ആർക്കും അത് പാടില്ല. അത് പറ. തിണ്ടിലേക്ക് കാലും കയറ്റി തോണ്ടിയോണ്ട് കേട്ടിട്ട് ഫേസ്ബുക്ക് തോണ്ടിയോണ്ട് ഇടക്കിടക്ക് ചോദിക്കടി ആയോന്ന്. അതിന്റെ ഇടക്ക് കുട്ടി കരയണേ നീ കേൾക്കണില്ലേ എന്ന്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ വിളി കുട്ടികളേറ്റ് വന്നൊന്നുമല്ല, ആണോ? ഇയാളുടെയൊക്കെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥകളാണ് ഇതൊക്കെ. എല്ലാവരും ഇതേ കാറ്റഗറിയിലാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന വീടുകളിൽ അടിവസ്ത്രം വരെ ഡൈനിങ് ടേബിളിൽ അഴിച്ചിട്ടിരിക്കുവാണെന്ന്. അയാളുടെ കുടുംബങ്ങളിലുള്ള പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന വീടുകളല്ലേ അയാൾ സന്ദർശിച്ചിട്ടുള്ളൂ. അവരൊക്കെ ആ കാറ്റഗറി ആയിരിക്കും. ഇവിടെ വന്നിട്ടുണ്ടായതാണ് കുട്ടികളൊക്കെ. ഒരു ബാധ്യതയില്ല. അങ്ങനത്തെ കുറെ മൂരാച്ചിയാകുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ആരും ആവരുത്.
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സേവനം ചെയ്യാം, അതിനൊന്നും ഒരു തകരാറില്ല. പക്ഷെ ഭാര്യ ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് അടിമത്താണെന്നും പറഞ്ഞിട്ട് പ്രചാരണം നടത്തുന്നു. അതിൽ വീണ് പോയിട്ട് നമ്മൾ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ ഉസ്താദെ? നിങ്ങൾക്കതൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ഭർത്താവ് ഭാര്യയ്ക്കോ ഭാര്യ ഭർത്താവിനോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നത് അടിമത്വമാണ് എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവരങ്ങനെ ആക്കി മാറ്റാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെയാണ്, ഇവരുടേതായിട്ടുള്ള ആംഗിളിൽ അതിനെ വായിക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസം തട്ടമിട്ട ഒരു വിഷയമുണ്ടായല്ലോ. 8 വയസ്സുകാരി തട്ടമിടുന്നതിനു വേണ്ടി ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ദിനം, അന്ന് കൂടെ കൊണ്ടുവരുന്നത് ആരെയാ? SDPI ഭീകരന്മാരെ ലൈവ് ഇട്ടോണ്ടാ വരുന്നേ. കിൻഡർ ഗാർഡൻ തുറക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് കുട്ടികളും പേരൻസും പേടിച്ചു. കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ സ്കൂൾ വളഞ്ഞു. സ്വാഭാവികമല്ലേ പേടി തോന്നുക എന്നുള്ളത്. അവര് പേടിച്ചു. അപ്പൊ ഉടനെ തന്നെ അടുത്തത്, ഒരു തട്ടമിട്ടവൾ മറ്റൊരു തട്ടമിട്ടവളെ ഭയക്കുന്നു. ആ കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇവരങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ പെണ്ണ്, കറുത്ത പോത്തിന്റെ കുപ്പായമിട്ട പെണ്ണെ, നീ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുട്ടികളെ അബുൻ ഇബിനുൻ എന്ന് പഠിപ്പിച്ചു കൊണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞത് ആരാ? റഹ്മത്തുള്ള കാസിമി മൂത്തേടമാണ് പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 2 മുസ്ലിം പെൺകുട്ടികൾ ഇരുന്നിട്ട് MM അക്ബറിനോട് ചോദ്യം ചോദിക്കുവാണ്. അല്ല ഉസ്താദെ, മലപ്പുറം ഭാഗങ്ങളില് PG വരെ പഠിച്ചിട്ടുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുണ്ട്. വിവാഹത്തോടുകൂടി അവരുടെ പഠനം അവസാനിക്കുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ജോലിക്ക് പോകാമോ? അപ്പോൾ MM അക്ബറിന്റെ തിരിച്ചൊരു മറുപടി, 10 വർഷം ഒരു പെണ്ണ് ജോലി ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ആ 10 വർഷം കൊണ്ട് ഈ പെണ്ണെത്ര പെറ്റുപോറ്റി എന്നതാണ്. ഇതേ ചോദ്യം തന്നെ സക്കരിയ സ്വലാഹിയോട് ഒരാൾ ചോദിക്കുന്നു. ഉസ്താദെ, എൻ്റെ മകള് +2 പഠിക്കുവാണ്, നമസ്കരിക്കാൻ സ്ഥലമില്ല. ആ സ്കൂളാണെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്, നമസ്കരിക്കാൻ അവിടെ സ്ഥലമില്ല, സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന് നിർത്തണം എൻ്റെ കുട്ടിയുടെ +2 വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇവരെന്നാണ് ഇവര് പറയുന്നത്. ഇവര് ഏത് ആഭാസത്തെയാണ് ഇവര് പ്രോത്സാഹിപ്പിക്കുന്നത്? നിന്റെ കുട്ടി +2 പഠിച്ചോ എന്ന് പടച്ചോൻ ചോദിക്കില്ല. പടച്ചോൻ ചോദിക്കുന്നത് എന്താ? അന്റെ കുട്ടി നിക്കരിച്ചോ, ഉച്ചയും കുത്തി മറിഞ്ഞോ എന്ന് നിന്നോടും ചോദിക്കും, നിന്റെ കുട്ടിയോടും ചോദിക്കുമെന്നാ സക്കരിയ സ്വലാഹി ഉപദേശിച്ചത്. അപ്പോ ഇവരുടെയൊക്കെ ഈ വിദ്യാഭ്യാസത്തിന് പിന്നോക്കം നിൽക്കുന്ന ഒരു രീതി, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വെറും ആഭാസമായി കാണുന്ന ഇത്തരം മതപണ്ഡിതന്മാർക്ക് കൂച്ചുവിലങ്ങിട്ടിട്ട് തന്നെയാണ് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരായത്. അവരെ വിദ്യാസമ്പന്നരാകുകയും ഫിനാൻഷ്യൽ ഫ്രീഡം നേടുകയും തൊഴിൽ രംഗത്ത് ഏതെങ്കിലും രൂപത്തിൽ ഒരു തൊഴിൽ തനിക്ക് വേണം എന്ന് മുസ്ലിം പെൺകുട്ടികൾ തീരുമാനിച്ച് ഉറച്ച് അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് മനസ്സിലായി, ഈ പിന്തിരിപ്പന്മാരെ ഇനിയും കേട്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഉദ്ബുദ്ധരാകാൻ പറ്റില്ല എന്ന്. എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയാവും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എങ്ങനെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി 100 നിസ്കരിച്ചോ, അസംസ്കരിച്ചോ, നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മോള് +2 പഠിക്കാണ്. കുട്ടികളും ഇവരുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളുടെയും ഒക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വേറെ ഒരുത്തനുണ്ട്, ഒരു പകര ഉസ്താദം വന്നിട്ട് പറയാണ്, എൻ്റെ വീട്ടിലെ കുട്ടികളെ ഒന്നും
ഞാൻ പ്രസവത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ വിടാറില്ല, ഒരു ടെസ്റ്റുകളും നടത്താറില്ല. എൻ്റെ ഭാര്യ 6 7 പ്രസവിച്ചു, അവരൊക്കെ വീട്ടിലാണ് പ്രസവിച്ചത്. എൻ്റെ മകളും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി, ഒരു മെഡിസിനും ഞാൻ കൊടുക്കത്തില്ല. എങ്ങനെയുണ്ട്? ഇവരെന്നിട്ട് വിദ്യാഭ്യാസം, എന്നിട്ട് ഇവര് പറയാണ്, എന്റെ അതെ മുസ്ലിം പെൺകുട്ടി പഠിച്ച് ഡോക്ടറാകണം. എങ്ങനെ? നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സ്കൂള് നിർത്തണമെന്ന് പറഞ്ഞിട്ട് 6 വയസ്സു മതി മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അവള് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെയൊക്കെ എതിർപ്പുകളെ തൃണവൽക്കരിച്ച് എങ്ങനെയാ അവള് വിദ്യാഭ്യാസം നേടുക? എങ്ങനെയാ അവള് ഡോക്ടറാകുക? എങ്ങനെയാ അവൾ എഞ്ചിനീയർ ആകുക, കളക്ടർ ആകുക, അധ്യാപികയാകുക? ആദ്യം നിന്റെയൊക്കെ വായയ്ക്ക് സിബിടണം. ഇതുപോലെയുള്ള മതപുരോഹിതന്മാരെ നിയന്ത്രിക്കാതെ, നിലയ്ക്ക് നിർത്താതെ, അതല്ലെങ്കിൽ ഇവരെ ബ്രേക്ക് ചെയ്യാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കരുത്, നടക്കില്ല. ഇവര് നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കലാപ അന്തരീക്ഷങ്ങൾ എന്തിനു വേണ്ടിയാ? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി. ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഒരു ഇസ്ലാമിക ലോകം, മുസ്ലിങ്ങൾ മാത്രം, അങ്ങനെ ഒരു ലോകം പടുത്തുയർത്തുന്നതിന് വേണ്ടിയാണ് ഇവർ മുസ്ലിം സ്ത്രീകളെ, പെൺകുട്ടികളെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ചിടുന്നത്. അങ്ങനെ തളച്ചിടപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇന്ന് ഏതവസ്ഥയിലാണെന്നും വിവരക്കേടുകളും വിരോധാഭാസങ്ങളും പറഞ്ഞു പഠിപ്പിച്ച ആളുകൾ, സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പെണ്ണൊരു പുരുഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പെണ്ണൊരു പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണിന്റെ കണ്ണിൽ നിന്നൊരു വികിരണം പുരുഷന്റെ ശരീരത്തിലേക്ക് വരും. അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്. ത്വക്ക് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പുരുഷന്. അതുകൊണ്ടാണ് പെണ്ണിനോട് മൊത്തവും മറയ്ക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ, വികിരണമൊന്നും വരത്തില്ല, കാരണം നെറ്റ് ഇട്ടിരിക്കുവല്ലേ, കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ വികിരണത്തിന് വാപ്പായെ തിരിച്ചറിയാം, സഹോദരനെ തിരിച്ചറിയാം, മകനെ തിരിച്ചറിയാം, ഭർത്താവിനെ തിരിച്ചറിയാം. അതാണ് എത്ര പെറ്റുകൂട്ടി എന്ന് പടച്ചോൻ ചോദിക്കും. എത്ര പേർക്ക് നീ ക്യാൻസർ ഉണ്ടാക്കി, ത്വക്ക് ക്യാൻസർ ഉണ്ടാക്കി എന്ന് പടച്ചോൻ ചോദിക്കും. ഈ മലരന്മാർക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇനി ആരും ഇതിനകത്ത് വീണു പോകാതിരിക്കാനും, ശരിയായിട്ടുള്ള ഇസ്ലാം എന്താണെന്നും മുസ്ലിം എന്താണെന്നും അവരുടെ മത സംസ്കാരം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബാധ്യത എനിക്കുണ്ട്. അത് നിങ്ങൾ ഇടുന്ന കമന്റുകൾ തന്നെ വളരെ നല്ലതാ, അത് തന്നെ ധാരാളം. അപ്പോ സാക്കിർ നായിക്കിനെ പറ്റുന്നതാർക്കാ? മലേഷ്യക്ക് പറ്റും, ബംഗ്ലാദേശിന് പറ്റും, പാകിസ്ഥാന് പറ്റും. ഏകദേശം 9 വർഷത്തോളമായി ബംഗ്ലാദേശിലേക്ക് സാക്കിർ നായിക്ക് പ്രവേശിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭരണകൂടം. ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടമേ. ഷെയ്ഖ് ഹസീനയെ നാടുപേക്ഷിച്ച് പോകാൻ, പലായനം ചെയ്യാൻ ഒരു സ്റ്റേജ് ഒരുക്കി ജമാഅത്തെ ഇസ്ലാമി. അവരെ സ്ഥാനഭ്രഷ്ടയാക്കി. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഇന്ത്യയാണ് സംരക്ഷണം നൽകിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അധികാരമേറ്റപ്പോൾ അവാമി ലീഗ് പുറത്തായി. മുഹമ്മദ് അലി ആദ്യം മലയാളം നന്നായിട്ടൊന്ന് എഴുതാൻ പഠിച്ചിട്ട് പോരെ? അക്ഷരത്തെറ്റില്ലാതെ. എന്നിട്ട് വായു നമുക്ക് സംസാരിക്കാം. എന്തൊരു ദുരന്തമാണടാ നീയൊക്കെ. നീയൊക്കെ സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടില്ല എന്ന് നിന്റെയൊക്കെ കമന്റുകളിൽ തന്നെ ഉണ്ട്. അടുത്ത പേര് യന്ത്രം വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പോഴാ വിലക്കൊക്കെ നീക്കി സാക്കിർ നായിക്കിനെ ഇന്ത്യ, നമുക്കറിയാം, ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് മലേഷ്യയോട് സാക്കിർ നായിക്ക് ഞങ്ങളുടെ നാട്ടിലെ ക്രിമിനലാണ്, തീവ്രവാദിയാണ്, കൊടും ഭീകരനാണ്,
അവനെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ. ഇപ്പോൾ വിലക്കൊക്കെ നീക്കി ബംഗ്ലാദേശിലേക്ക് സാക്കിർ നായിക് വരുക എന്തിനാണെന്നറിയാമോ? ഇന്ത്യക്ക് ഒരു പണി കൊടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്ത് താൽക്കാലിക ഭരണകൂടം 9 വർഷമായി നിലനിന്നിരുന്ന വിലക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കി. സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്ത് താൽക്കാലിക ഭരണകൂടം 9 വർഷമായി നിലനിന്നിരുന്ന വിലക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കി. തീവ്ര മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് സക്കീർ നായിക്. നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ബംഗ്ലാദേശിൽ എത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകും. ഇതിനു ഐസൺ, മുമ്പ് ഇയാളെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? കുറെ അനാഥ മക്കളെ ഒന്ന് ആദരിക്കുന്നതിന് വേണ്ടി. അവിടെ വന്നിട്ട് ഈ പെൺകുട്ടികൾ, അനാഥ പെൺകുട്ടികളെ സ്റ്റേജിൽ കണ്ടപ്പോൾ ഇയാള് വിറങ്ങലിച്ച് തുള്ളി ആ പെൺകുട്ടികളെ ശപിച്ചലച്ച് കരയിച്ച് വിട്ടപ്പോൾ അത് അവിടെ നാട്ടി കൊടുത്ത് ഓടിച്ചതാ പാകിസ്ഥാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴവൻ പ്രത്യക്ഷപ്പെടുന്നത് ബംഗ്ലാദേശിലാണ്. ജോസ് നൽകും. ഐസൺ, ഈ സക്കീർ നായിക്കിന്റെ ഒരു പൊതുശൈലി നമുക്കറിയാം. ഇസ്ലാമിക ഭീകരവാദികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ സാധാരണയായി മാത്രം ചിന്തിക്കുന്ന ഒരാൾ സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാൾ ഒരു ജിഹാദിയായിട്ട് മാറും. അതാണ് ഈ മഹാന്റെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് പല മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ബാൻ ഏർപ്പെടുത്തിയിരുന്നു. വിശേഷിച്ച് ബംഗ്ലാദേശ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ നിരോധനം മാറ്റുന്നതിലൂടെ പുതിയ ബംഗ്ലാദേശ്, ഇപ്പോൾ ഈ കലാപത്തിനൊക്കെ ശേഷം അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്ന മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശിന്റെ ഭരണകൂടം, ആ രാഷ്ട്രത്തിന്റെ സ്വഭാവം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വ്യക്തമാണല്ലോ ഐസൺ. പരവധാനി വിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ കാലത്ത് 9 വർഷത്തോളമായി സാക്കിർ നായിക്കിന് ബംഗ്ലാദേശിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ നടന്ന 2009 വർഷം മുമ്പ് നടന്ന ഒരു ആക്രമണത്തിൽ, ആ ആക്രമണത്തിൽ ഈ ആക്രമണത്തിന് അനുകൂല നിലപാട്, ആക്രമികൾക്ക് അനുകൂലമായ നിലപാട് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള പീസ് TV സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇയാളെയും ഇയാളുടെ ടെലിവിഷനെയും ബംഗ്ലാദേശിൽ നിരോധിക്കുന്ന ഒരു നീക്കമുണ്ടായത്. ഈ നിരോധനമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 2 വിഷയങ്ങളാണ്. നേരത്തെ ഒന്ന് ഗൗതം പറഞ്ഞതുപോലെ ഒരു തീവ്ര ഇസ്ലാമിക ഭീകരത പ്രചരിപ്പിക്കുന്ന ഒരു പ്രഭാഷകനാണ്. അത്തരത്തിൽ അതിതീവ്രമായ ഇസ്ലാമിക ഭീകരത പ്രഭാഷണത്തിലൂടെ നടത്തുകയും അത് മതവൈര്യത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയും വലിയ സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും മതവർഗീയ ലഹളകളിലേക്കും ഒക്കെ നയിക്കാവുന്ന രീതിയിൽ അതിഭീകരമായി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള പ്രഭാഷകനാണ്. വിവാദ മതപ്രഭാഷകൻ എന്ന് തന്നെയാണ് ഇയാൾ ഗവൺമെന്റ് വൃത്തങ്ങളിലെല്ലാം തന്നെ പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത്. ഇയാളെയാണ് ഇപ്പോൾ വീണ്ടും, ഈ സക്കീർ നായിക്കിനെയാണ് വീണ്ടും ഇപ്പോൾ ബംഗ്ലാദേശിലെ താൽക്കാലിക മുഹമ്മദ് യൂനിസിന്റെ താൽക്കാലിക ഭരണകൂടം വിളിച്ചു വരുത്തുന്നത്. അതായത് ഈ നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ബംഗ്ലാദേശിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് അനുമതി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അനുമതി നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ 2 മാസം, അതായത് നവംബർ മാസം ആരംഭിക്കുകയും ഡിസംബർ മാസം അവസാനിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് ഒരു മാസത്തോളം നീളുന്ന ഈ സുദീർഘമായ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിനുള്ള ഒരു അനുവാദം, ബംഗ്ലാദേശിൽ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നതിനുള്ള അനുവാദം നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായി മറ്റൊന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇയാൾ പാകിസ്ഥാനിൽ സമാനമായ രീതിയിൽ നടന്ന് പ്രഭാഷണം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം നടത്തിയ 1 വർഷം തികയുന്നതിന് മുമ്പ് ഈ മലേഷ്യയിലിരുന്നും ഇതേപോലെ തന്നെ അന്യമത വിദ്വേഷവും മറ്റ് രാജ്യങ്ങളെ കുറിച്ചിട്ടും കാഫിറുകളെ കുറിച്ചിട്ടും ഒക്കെ പ്രസംഗിച്ചതിന്റെ പേരിൽ മലേഷ്യയിലും ഇയാൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, വിലക്കുണ്ട്. വാ തുറന്നാൽ ഇവൻ പറയുന്നത് നബിയുടെ മര്യാദകളാ, ഖുർആന. അതുകൊണ്ട് ഇവൻ ഒരു രാജ്യത്തും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാറില്ല. ബംഗ്ലാദേശിലും സമാന രീതിയിൽ ഒരു നീക്കം നടത്തുന്നു. ഈ ഒരു നീക്കം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാകിസ്ഥാനുമായി അടുക്കുകയും ബംഗ്ലാദേശ് ഭാരതവുമായി അകലുകയും ചെയ്യുന്ന വാർത്തകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഇടതടവില്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകരാഷ്ട്രങ്ങൾ പോലും അതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഭാരതം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പെല്ലാം തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ 1 വർഷം മുമ്പ് വലിയ തോതിൽ പ്രചരണം നടത്തുകയും വലിയ തോതിൽ പ്രഭാഷണം നടത്തുകയും ചെയ്തയാളെ വീണ്ടും 9 വർഷത്തെ നിരോധനം നീക്കി ബംഗ്ലാദേശിൽ കൊണ്ടുവരുമ്പോൾ ഒരു പരിധിവരെ മറ്റൊരു ലഹളയ്ക്കുള്ള നീക്കങ്ങൾക്ക് തിരിയിടുക എന്ന്. ലഹള മാത്രമല്ല, ഇന്ത്യ ബംഗ്ലാദേശ് ഒരു കലാപം, ഒരു കലഹമുണ്ടാക്കുക, ഒരു ലഹള ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി ഇവര് ലക്ഷ്യം വെക്കുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും, ഇടക്കാല സർക്കാർ എന്നൊന്നും പറഞ്ഞിട്ട് തന്നെ ലളിതവൽക്കരിക്കണ്ട, പൂർണ്ണമായും ഏതാണ്ട് പിടിച്ചെടുത്തിരിക്കുന്നു ബംഗ്ലാദേശ്. ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിലും പ്രത്യേകിച്ച് ഈ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ജാഗ്രതയോടുകൂടി അവരെ കാത്തിരിക്കണം എന്ന് പറയാൻ കാരണം ബംഗ്ലാദേശ് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമി വിഴിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ. നമസ്കാരം. ബംഗ്ലാദേശിൽ യുവജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷെയ്ഖ് ഹസീന പുറത്താവുകയും
നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വരികയും ചെയ്തപ്പോൾ നിഷ്പക്ഷമതികളായ ആളുകൾക്കെല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ യൂനിസ് തീർത്തും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികളുടെ ചാർച്ചക്കാരനാവുകയും ബംഗ്ലാദേശ് സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. ഇന്ത്യ രക്തം ചീന്തി ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ സൈന്യവും വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഷെയ്ഖ് ഹസീന ഭരണകൂടം വീണതോടെ പാകിസ്ഥാന്റെ ബി ടീമായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനോട് അകലുകയും ഇന്ത്യയോട് അടുക്കുകയും ബംഗ്ലാദേശ് ഭരണകൂടം പാകിസ്ഥാനോടൊപ്പമാവുകയുമാണ് നിലവിൽ. ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപടം പോലും ബംഗ്ലാദേശ് ഏകപക്ഷീയമായി തിരുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ ഡോക്ടർ മുഹമ്മദ് യൂനിസ് സമ്മാനിച്ചത് അസമും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരുന്ന മാപ്പാണ്. പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്കാണ് മുഹമ്മദ് യൂനിസ് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പുസ്തകം കൈമാറിയത്. ഈ പുസ്തകത്തിന്റെ കവറിലാണ് വിവാദ ഭൂപടം ഉള്ളത്. ഇതൊരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാകില്ലെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടം ഉൾക്കൊള്ളുന്ന ഈ സമ്മാനം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള രഹസ്യധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് പിന്തുണ നൽകുന്നുവെന്നും വ്യക്തമാണ്. പാക് ജനറലുമായുള്ള കൂടിക്കാഴ്ച ചിത്രങ്ങൾ യൂനിസ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത്. തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഈ പാകിസ്ഥാൻ പട്ടിണി കിടന്നപ്പോഴും ബംഗ്ലാദേശിന് പ്രശ്നം വന്നപ്പോഴും പട്ടിണി കിടന്നപ്പോഴും അഫ്ഗാന് പ്രശ്നം വന്ന സമയത്തും സിറിയയിലും തുർക്കിയിലുമൊക്കെ ഭൂകമ്പമുണ്ടായ സമയത്തുമൊക്കെ ഇവരെ സഹായിക്കാൻ മുമ്പിൽ നിന്ന ഒരു രാജ്യമാണ് സ്വതന്ത്ര ഭാരതം. അവസരം കിട്ടിയപ്പോൾ ചൈനയുമായി ചേർന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ അങ്ങ് തീർക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രൂപത്തിൽ താലിബാൻ ഇന്ത്യക്ക് കൈകൊടുത്തു. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് ചതി. ഇപ്പോ പ്രവാചകൻ തന്നെ ചതിച്ചും കൊള്ളയടിച്ചും രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങൾ നടത്തിയുമല്ലേ ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയത്, അല്ലേ? അതുകൊണ്ടല്ലേ വാളുകൊണ്ട് പ്രചരിച്ച മതമാണിതെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇറാനിൽ പോലും സ്ത്രീകൾ ഈ മതം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ മതം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഈ അപ്പിക്കുപ്പായം ധരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇവര് നമ്മുടെ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് ഈ രാജ്യം ഇസ്ലാം മതമയമാക്കി മാറ്റണം. കാരണം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണകൂടം ഹൈജാക്ക് ചെയ്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയപ്പോൾ യൂനസ് അധികാരത്തിൽ വന്നു. അപ്പോൾ ആദ്യം അവർ ചെയ്തത് എന്താ? കാഫിറുകളെ ഉന്മൂലനം ചെയ്യുന്ന രീതി. ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടതൊക്കെ ആരായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരുന്നു. ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. അപ്പോ ആ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിനെ കൊണ്ടുവരാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതേ തന്ത്രം ഈ സ്വതന്ത്ര ഭാരതത്തിൽ എടുത്തപ്പോൾ അവരെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ആരാണെന്നറിയാമോ? അമിത്ഷായും നരേന്ദ്രമോദിയും. നിങ്ങളുടെ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടല്ലോ, ഈ രാജ്യത്ത് നടക്കില്ല. ഞങ്ങളിൽ ഒരാളെങ്കിലും പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അതിന് സാധിക്കുമായിരുന്നില്ല. ഇന്ന് നിങ്ങളിൽ മുഴുവൻ ആളുകളും പാർലമെന്റിൽ ഉണ്ടെങ്കിലും ഞങ്ങളിൽ ഒരാളും മതി അതിനെ പ്രതിരോധിക്കാൻ എന്ന് അമിത്ഷാ പറഞ്ഞത് എന്തുകൊണ്ടാ? തീവ്രവാദത്തിനെതിരെ ഈ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഞങ്ങളിൽ ഒരാളെങ്കിലും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ മതവൽക്കരിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ കൊണ്ടുവന്ന്
ശരീഅത്ത് നിയമപ്രകാരം അമുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമം ഈ സ്വതന്ത്ര ഭാരതത്തിൽ നടക്കില്ല എന്ന് പറയാൻ ഒരു അമിത്ഷാ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഭീകര സംഘടനകളുമായിട്ട്, ആഗോള ഭീകര സംഘടനകളുമായി ബന്ധം മാത്രമല്ല, രാജ്യത്തൊട്ടാകെ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു. ഇതിനോടകം തന്നെ അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തി. മാത്രമല്ല, ആഗോള ഭീകര സംഘടനകൾക്ക് വേണ്ടി കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭീകരവാദ റിക്രൂട്ട്മെന്റ് നടത്തി, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി പണപ്പിരിവ് നടത്തി, ഫണ്ട് റൈസിംഗ് നടത്തി എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഈ നിരോധനത്തിന് തൊട്ട് മുമ്പ് വ്യാപകമായി, രാജ്യവ്യാപകമായി തന്നെ റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിലടക്കം നിരവധി തെളിവുകൾ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസത്തിനകം നിരോധനം ഉണ്ടായത്. ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിത ഭീകര സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകൾ, 10ഓളം വരുന്ന അനുബന്ധ സംഘടനകൾ നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPI എന്ന രാഷ്ട്രീയ വിഭാഗത്തിന് ഇപ്പോഴും നിരോധനം ബാധകമായിട്ടില്ലാത്ത സാഹചര്യവുമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വേരൂന്നിയ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ചത് കോൺഗ്രസ് കാലത്താണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മാറ്റും എന്നൊരു ശ്രുതിയുണ്ട്. അതായത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും ജയിലിലാകാത്ത നേതൃത്വത്തിന് ഉറപ്പ് കൊടുക്കാറുണ്ടത്രേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നീക്കും. അതുകൊണ്ട് അതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ഭരണം ആവശ്യമാണ്. സംസ്ഥാനങ്ങളിൽ ഭരണം കിട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണം നേടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള ചർച്ചകൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും കോൺഗ്രസുമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ പരന്നിരുന്നതാണ്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ നിലനിൽക്കെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് 3 വർഷം കഴിയവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിൽ ഒരു കാര്യം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഞങ്ങളിൽ ഒരാൾ MP ആയി പാർലമെന്റിൽ ഉള്ളിടത്തോളം കാലം, ഒരേ ഒരാൾ മതി, 300-ഉം 400-ന്റെയും ഒന്നും ആവശ്യമില്ല, ഒരേ ഒരാൾ MP ആയി പാർലമെന്റിൽ ഇരിക്കുന്നിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ടിന് തിരിച്ച് പുനർജനിക്കാൻ കഴിയില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഭീകരന്മാർക്കും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാൻ കഴിയില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിനിടയിലാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ആഗോള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിക്കുക വഴി കേരളവും ബീഹാറും ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. കോൺഗ്രസിന്റെ കാലത്താണ് പോപ്പുലർ ഫ്രണ്ട് ജന്മമെടുത്തത്. കോൺഗ്രസിന്റെ കാലത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ട് പത്തി വിടർത്തി ആടിയിരുന്നു. ഒരു ഭീകര സംഘടന എന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് ആരംഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളെല്ലാം കോൺഗ്രസ് സർക്കാരുകൾക്കും അറിയാമായിരുന്നു. പക്ഷേ അവർക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഭയമായിരുന്നു. കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ നിരോധിക്കാൻ കോൺഗ്രസിന് ഭയമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന് അത് ചെയ്യാൻ ഒരൊറ്റ രാത്രി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മാത്രമല്ല, രാജ്യത്ത് 100 കണക്കിന് കേന്ദ്രങ്ങളിലാണ്, പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതൃത്വത്തെ ഒന്നാകെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇത് BJP സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. രാജ്യസുരക്ഷയെ മുൻനിർത്തി യാതൊരുവിധ വോട്ട് ബാങ്ക് പരിഗണനകളും നൽകാതെ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ഏക സംഘടന BJP ആണ് എന്നുമാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത്. ഇത് തീർച്ചയായും ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ പ്രസ്താവന നൽകുന്നത് വലിയ ആശ്വാസമാണ്. കാരണം വല്ല സംശയവുമുണ്ടോ? നരേന്ദ്രമോദിക്കു മാത്രമേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന തരം ഭരണമല്ലേ കാഴ്ചവെച്ചിരുന്നത്. വഖഫൊക്കെ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. കാരണം നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾക്കു വേണ്ടി അടിയറവ് വെച്ച് അവർക്ക് വേണ്ടി മാത്രം ഭരിച്ച ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടത്. ഇവർക്ക് ആരുടെ സമ്പത്തും ചൂണ്ടിയെടുക്കാൻ കഴിയണമായിരുന്നു. ഹിന്ദുക്കളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടേതാണെങ്കിലും ആരുടേതാണെങ്കിലും ശരി, ഇവരുടെ തീവ്രവാദത്തെ ആരും എതിർക്കരുത്. ഇവരുടെ ഈ മതഭീകരതയെ, ഈ കൊള്ളയടിയെയും കബളിപ്പിക്കലിനെയും കട്ടെടുക്കലിനെയും ബലാത്സംഗത്തിനെയും ആരും എതിർക്കാൻ പാടില്ല. ജോസഫ് മാഷിനെ പിന്തുണച്ചാൽ നമ്മളെ തെറി പറയും. ഹമാസിനെ വിമർശിച്ചാൽ നമ്മളെ തെറി പറയും.
ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയെ നമ്മളൊന്ന് എതിർത്തു നോക്ക്. നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളുടെ കവിഞ്ഞൊഴുകുന്ന മതേതരത്വം നിങ്ങൾക്ക് അവരെ കാണാം. മത തീവ്രവാദം വെട്ടിമുറിച്ച ജോസഫ് മാഷിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ആ ദ്രോഹിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി വന്നപ്പോൾ ജോസഫ് മാഷിന്റെ പ്രതികരണം ലോകം ഉറ്റുനോക്കിയിരുന്നു. വെറുപ്പിൻ്റെതായിരുന്നില്ല, പ്രതികാരത്തിൻ്റെതായിരുന്നില്ല, വിദ്വേഷത്തിൻ്റെതായിരുന്നില്ല, ചോരക്കൊതി പൂണ്ട തീരുമാനമായിരുന്നില്ല. പകരം അദ്ദേഹം അവരോട് ക്ഷമിച്ചു. അതിന്റെ പേരാണ് മതരഹിത ധാർമ്മികത. ഇനി മതധാർമ്മികത എന്ന് അതിന് പേരിട്ടാലും കുഴപ്പമില്ല. അദ്ദേഹം ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട മാനവികത, എന്റെ കൈയും കാലും വെട്ടിയരിഞ്ഞ മഴുവിനോട് എനിക്ക് വിരോധമില്ലാത്തതുപോലെ തന്നെ അത് ചെയ്ത കരങ്ങളോടും എനിക്ക് വിരോധമില്ല എന്ന് പറയാൻ ആ മനുഷ്യൻ പരിശീലിച്ചത്, ആ മനുഷ്യന്റെ അതുവരെ അദ്ദേഹം പുലർത്തിപ്പോന്ന വിശ്വാസമായി. ഇസ്ലാം മത തീവ്രവാദത്തിന്റെ ഇരകളാണ് ജോസഫ് മാഷ് എന്ന് ഇരകളിൽ ഒന്നാണ് ജോസഫ് മാഷ് എന്ന് പറയാൻ ആർക്കാ ഭയം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യും. ഇതൊരാശയ സമരമാണ്, ഇതൊരാശയ യുദ്ധമാണ്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ തീവ്രവാദികൾ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇല്ല, പരാജയപ്പെടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആശയ പോരാട്ടത്തിന്റെ മേഖലയിലാണ് നമ്മളുള്ളത്. പതിനായിരങ്ങൾ നമ്മളെ ചെറുത്ത് നിൽക്കാനുണ്ടാകും. 100 പേര് തെറി പറയട്ടെ, ആ 100 പേരെ പ്രതിരോധിക്കാൻ 10 പേരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട്. ജോസഫ് മാഷോട് ഒരുപാട് സമയം സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്ത് സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്, എന്ത് ഹാർദവമായിട്ടാണ് അദ്ദേഹം നമ്മളെ, ഹൃദ്യമായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഞാന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഞങ്ങൾ എൻ്റെ ഒരു റൂമിലുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോഴാണ് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി. പക്ഷേ തീവ്രവാദികൾക്ക് അദ്ദേഹത്തിന്റെ കയ്യും കാലും പോയിട്ടോ, ഭാര്യ പോയിട്ടോ, മകനെ കൊണ്ടുപോയി ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടോ, അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടോ കലിപ്പ് തീർന്നു ഇല്ല. വീണ്ടും ഭീഷണികളുമായി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു. ഇന്നും വരാൻ അവർക്ക് മടിയില്ല. ഇതേ മനോഭാവമുള്ളവരോടാണ് ഭയമില്ല. ഭയപ്പെടുത്തി നിങ്ങൾ എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല, ഒരു രൂപത്തിലും ഞങ്ങൾ പരാജയപ്പെടില്ല എന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നു. തീവ്രവാദത്തിന് മുമ്പിൽ അടിയറവ് വയ്ക്കാനാണ് ഒരു ഇന്ത്യൻ പൗരന്റെ ജീവിതമെങ്കിൽ ഒരിക്കലും ഒരു നരേന്ദ്രമോദിയോ, ഒരു യോഗി ആദിത്യനാഥോ, അതല്ലെങ്കിൽ ഒരു അമിത്ഷായോ, ഒരു അജിത് ഡോവലോ ഒന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം കറക്കുമായിരുന്നില്ല. ഈ രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ അവർ തയ്യാറായപ്പോൾ, ഈ രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാനും അവർ തയ്യാറായപ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടായി ഭരണചക്രം കറക്കാൻ. അതല്ലെങ്കിൽ ഇന്നും ഈ രാജ്യം കോൺഗ്രസ്സുകാരായിരുന്നു ഭരിച്ചിരുന്നതെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ ദുര്യോഗം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞത്, പോപ്പുലർ ഫ്രണ്ടുകാരാ, SDPIക്കാരാ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും പാർലമെന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മത അജണ്ടയും നടക്കില്ല. ഈ കാക്കാക്കൂട്ടങ്ങൾക്ക് അണ്ടിയുടെ അറ്റം പോയപ്പോ ബുദ്ധിയും പോയെന്ന് തോന്നുന്നു. എനിക്ക് വേറെ പണിയില്ലേന്ന്. എന്റെ പണി ഇവനൊക്കെയാണോ വന്ന് ചെയ്യുന്നത്? വിവരം തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവരിത് പറയില്ല. അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? ഇല്ല.
ഇതാണ് എൻ്റെ പണി. 1000 തവണ എല്ലാ ലൈവുകളിലും ഞാൻ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്കിഷ്ടമില്ലാത്ത ആളുകളുടെ ലൈവിലേക്ക് ഞാൻ കയറാറില്ല. എനിക്കിഷ്ടമില്ലാത്തവരുടെ ലേഖനങ്ങൾ ഞാൻ വായിക്കാറില്ല. അവരുടെ ഫേസ്ബുക്കോ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒന്നിലും ഞാൻ കയറാറില്ല. കാരണം എനിക്കിഷ്ടമല്ല, എനിക്കവരെ ദഹിക്കില്ല. ഞാൻ അത്തരം ഒരു മര്യാദ പഠിച്ചിട്ടുണ്ട്. ആ മര്യാദ പഠിച്ചിട്ടില്ലാത്ത മതമലരന്മാരാണ് ഇവിടെ വന്നിട്ട് ഈ തെറി വിളിക്കുന്നത്. ഇവനൊന്ന് എൻ്റെ ലൈവിലേക്ക് വരാതിരുന്നാ മതി. വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് നിർത്തിപ്പോകാൻ പറയുന്നത് നല്ല തന്ത വളർത്താത്തത് കൊണ്ടല്ലേ? അല്ലേ? നല്ല തന്തയ്ക്കുണ്ടായി വിവരവും വിദ്യാഭ്യാസവും പരിശീലിക്കാത്തത് കൊണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എടാ ലിംഗമതക്കാരാ, എടാ ക്യാൻസർ പോലെ വൈറസ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലൈംഗിക ഭ്രാന്തന്മാരെ, ലിംഗചിന്തക്കാരെ, നിങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ ലൈവ്. എൻ്റെ ലൈവിലേക്ക് ഒരൊറ്റ മുറിയൻ പോലും വരുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. കാരണം നിങ്ങൾക്ക് ദഹിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോ ഈ ഹിജാബ് വിവാദം വന്നല്ലോ സ്കൂളില്. അത് ശരിയാണ് ടോപ്പന്റെ. രാജ്യം നശിപ്പിച്ചവരെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നു. മൈ വോയിസ്. അതെ, ആളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നവരോട് നമ്മള് മതമര്യാദകള് മാത്രമേ അവർക്ക് തിരിയൂ. മര്യാദയോ മാനവികതയോ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നതൊരു യാഥാർത്ഥ്യം. അപ്പോൾ മതയോളികളാണ്, അമ്മമാരോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. ശരി, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഈ സ്കൂളില് ഹിജാബ് വേണമെന്ന് പറഞ്ഞിട്ടൊരു തന്തയും മോളും വന്നല്ലോ. താരിക്ക് പോയിട്ടെ ഒരു മൂലയ്ക്ക് പോയി എനിക്ക് ചെല്ലാം. സുബ്ഹാനല്ലാ പറഞ്ഞുകൊണ്ടിരുന്ന താരിക്കെ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഞങ്ങളെ ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ പെർമിഷൻ വേണ്ട. ഡെമോക്രസി തന്നെ നിങ്ങൾക്ക് ഇഡിയറ്റ് ആയിട്ട് തോന്നും. പിന്നെ ഡെമോക്രസിയെ കുറിച്ച് പറയുന്നവർ ഇഡിയറ്റ് അല്ലാതിരിക്കും. നിങ്ങളെ ആ സെൻസിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഹിജാബിന്റെ വിഷയം വന്ന സമയത്ത് കൊച്ചിന് ഹിജാബ് വേണമെങ്കിൽ ഇസ്ലാമിക സ്കൂളിൽ പോയി പഠിച്ചാൽ മതി അല്ലേ? ഇതെല്ലാ വിഷയവും ഇളക്കി ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം തന്തയും മോളും കൂടെ വേറൊരു സ്കൂളിൽ പോയി ചേർന്നു. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം പൂട്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. നടന്നില്ല. ഇവര് ചൊറിയാൻ പോയത് മാനവികതയറിയുന്ന, പ്രതികരിക്കാനും പ്രതിരോധിക്കാനും അറിയുന്ന ഒരു ഹൈന്ദവ യുവാവിന്റെ അടുത്തായിരുന്നു. പിന്നീട് നടന്ന പൂരം പറയണ്ടല്ലോ. നല്ല കിട്ടലങ്ങട് കെട്ടി. നോക്കിക്കോ. നല്ല കിട്ടലെന്ന് പറഞ്ഞാൽ ഒരു 1.5 കിട്ടലങ്ങട് കിട്ടി. അപ്പൊ പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ എറണാകുളത്ത് വിദ്യാലയത്തിൽ ഹിജാബ് വിവാദം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതിൽ വന്ന ഒരു ചർച്ചാ വിഷയമാണ് 4 കാര്യങ്ങൾ: ഹിജാബ്, യോനി പൂജ, ലിംഗപൂജ, നാരി പൂജ. അപ്പൊ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ ഹിന്ദുക്കൾ ലിംഗത്തെ പൂജിക്കുന്നവരാണ്, യോനി പൂജ നടത്തുന്നവരാണ്, സ്ത്രീകളെ പൂജിക്കുന്നവരാണ്. ഞങ്ങൾ സ്ത്രീയെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നു. ഹിന്ദു പെൺകുട്ടികൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രമിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുവാൻ, നാട്ടുകാരെ കാണിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം പെൺകുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ച് പൂർണ്ണമായിട്ടും ശരീരം മറച്ചു പിടിക്കുന്നു. അതുകൊണ്ട് അവരെ ആരും ഉപദ്രവിക്കുന്നില്ല. നിങ്ങളുടെ കുട്ടികളെയാണ് ആളുകൾ ഉപദ്രവിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയാ? മദ്രസയിലാ. പൊതിയാത്തത് കൊണ്ടാണോ? എന്തെങ്കിലും ശരീരഭാഗം കണ്ടതുകൊണ്ടാണോ? അല്ല, ലൈംഗിക തൃഷ്ണയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഉസ്താദുമാരായതുകൊണ്ട്. നിങ്ങളുടെ കുട്ടികളാണ് എല്ലാ ട്രാപ്പിലും ചെന്ന് വീഴുന്നത് എന്നൊക്കെയുള്ള പല വാദമുഖങ്ങളുമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രിയപ്പെട്ട കുറച്ച് മുജാഹിദ് സുഹൃത്തുക്കൾ ചർച്ചയായി മുന്നോട്ട് വെച്ചത്. അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങൾ ആദ്യം ചിന്തിക്കാം. ഒന്നാമത്തേത് ഹിജാബാണ്. അതായത് സ്ത്രീയുടെ വസ്ത്രം മതം നിശ്ചയിക്കുന്നതാണ് ഹിജാബ്. നമുക്കറിയാം, ഹിജാബ്, പർദ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് പരിചയമുണ്ടായിരുന്നതല്ല. ഞങ്ങളെല്ലാം ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളായ ഫൗസിയ, സാജിദ ഇവരെല്ലാം ഒന്നിച്ചാണ് ഞങ്ങൾ നാട്ടിൽ നടന്നു പോവുക.
ഞങ്ങൾ കുറേ പേരുണ്ടാവും, ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും മതാൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരു 4-5 കിലോമീറ്റർ നടന്നു പോകണം. അവരന്ന് യൂണിഫോം ധരിച്ചിരുന്നു, പാവാടയും ബ്ലൗസും, ഞങ്ങൾ പാന്റും, നീല പാന്റും വെള്ള ഷർട്ടും ആയിരുന്നു. അങ്ങനെ ഇത് ധരിച്ച് പോകുമ്പോൾ അവർ തട്ട ഇടുമോന്ന് ചോദിച്ചാൽ ഇടും, ഇടില്ലേന്ന് ചോദിച്ചാൽ ഇടില്ല. അങ്ങനെ പേരിനൊരു തട്ടിടും. ഉസ്താദ് വരുന്ന കണ്ടാൽ ആ തട്ടൊന്ന് കയറ്റി പിടിക്കും, ഒന്ന് മൊത്തത്തിൽ മുടിയൊക്കെ ഒന്ന് മറക്കും. വർഷങ്ങൾ കഴിഞ്ഞു, 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ന് അവിടെ എല്ലാം വേഷം കറുത്ത ചാക്കിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുമായി. അന്ന് ഇവിടെ മതം ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ പള്ളിയിൽ പോയിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അന്നൊരു ഹോട്ടലിൽ കയറുമ്പോൾ ഈ ഹോട്ടൽ ഉടമസ്ഥന്റെ പേര് നമ്മൾ അന്വേഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ഹലാൽ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇസ്ലാം മത വിശ്വാസപ്രകാരം പാചകം ചെയ്ത ഭക്ഷണമേ ഇവിടെയുള്ളൂ, നിനക്ക് സൗകര്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന പ്രഖ്യാപനം ഇന്ത്യയിലൂടെ നടത്തുന്നതും നമ്മൾ കാണുന്നു. അപ്പൊ കഴിഞ്ഞൊരു 20 വർഷത്തിനിടയിൽ, 2 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് പർദ്ദയുടെ ആധിക്യം. ഒരു മുസ്ലിം സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ശരീരം മൊത്തം കറുത്ത പർദ്ദ കൊണ്ട് മൂടുന്നു. 2, തല മുടി പൂർണ്ണമായിട്ടും മൂടുന്നു. മുഖം മറച്ച് കണ്ണ് മാത്രം പുറത്ത് കാണുന്നു. കൈക്ക് ഉറയിടുന്നു, കാലിന് സോക്സ് ഇടുന്നു. ശരീരത്തിലെ ഒരു ഭാഗങ്ങൾ, കണ്ണ് മാത്രം നിങ്ങൾ കാണാം. കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാൽ കണ്ണിന് ഇപ്പൊ നെറ്റിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീ സുരക്ഷിതയാണ്, സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്റെ വീട്ടിലെ പട്ടി നാട്ടുകാരെ ഓടിച്ചിട്ട് കടിക്കുന്നുവെങ്കിൽ ഞാൻ നാട്ടുകാരെ മുഴുവൻ കെട്ടിയിടുകയല്ല വേണ്ടത്, ആ പട്ടിയാണ് കെട്ടിയിടേണ്ടത്. ഇവിടെ മുസ്ലിം സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് കാമാവേശം തോന്നി അവളെ കയറി പിടിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ വഴിയാത്രയല്ല ഉപേക്ഷിക്കേണ്ടത്, ആ പുരുഷനെ ജയിലിലടക്കുകയാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടണം, അല്ലേ? അതല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലണം. ഇവിടെ കാമഭ്രാന്തന്മാരായിട്ടുള്ള ഈ മുറിയന്മാരെ ഇറക്കി വിടുകയും പെണ്ണുങ്ങൾ പൊതിയണം എന്ന് പറയുകയും ചെയ്യുന്ന മത മാനവികതയോടാണ് നമ്മൾ നീരസപ്പെടുന്നത്. ഇവിടെയാണ് സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ്. മാന്യമായ വസ്ത്രം ധരിക്കണം. നമ്മുടെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും നല്ലൊരു ഭാഗം മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കാറുണ്ട്. എന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇത്ര വലിപ്പമുണ്ട് എന്ന് സമാജത്തെ മൊത്തം കാണിക്കുവാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് ചില നഗരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ പോലും വൾഗറായ വേഷം ധരിച്ചുകൊണ്ട്, എന്നാൽ അതേപോലും ഇസ്ലാമിക രാജ്യങ്ങളാകുന്ന സൗദി അറേബ്യയും ഇറാനും ഖത്തറും പാകിസ്ഥാനും ഒക്കെ ഈ അപ്പിക്കുപ്പായം വലിച്ചെറിയുക. എന്തിന്? പ്ലീസ് ഞങ്ങളോട് ഇത് പറയല്ലേ, ഈ വേഷം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ഈ വേഷം അവർക്ക് വേണ്ട. ഖുർആനുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഇറാൻ രാജ്യം ഖുർആൻ കത്തിക്കുക എന്തിനാ? ഈ പുസ്തകമാണ് ഇതുവരെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിന്നും തടഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി സൗദി അറേബ്യയില് ഓടയിൽ ഓടുന്നു ഖുർആൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓതുന്നു എന്നും വായിക്കാം. UAE-യിലാണെങ്കിലും അതെ, ഇപ്പൊ ഈ കേരളക്കരയിൽ പോലും ഖുർആൻ ഓടകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്തുകൊണ്ടാ? പരിഭാഷ പണി കൊടുത്തതാ. അവർക്ക് മനസ്സിലായി ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്ന്. പിന്നീട് ഖുർആനിന്റെ സ്ഥാനം കൃത്യമായിട്ട് അവരങ്ങോട്ട് മനസ്സിലാക്കി. പിന്നെ ഈ മദ്രസയിൽ നിന്നു മാത്രം മാനവികത പഠിച്ചിട്ടുള്ള ഈ പൊട്ടന്മാരോട്, മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നും മലർന്നും കിടന്നിട്ടുള്ള ഈ മത പൊട്ടന്മാരോട്, മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ സൗദി അറേബ്യയിൽ പോയിരുന്നിട്ട് കുറെ ആളുകൾ ഊരത്തെറി പറഞ്ഞിട്ട് വോയിസ് അയക്കുക, കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക, എവിടെ വെച്ച് കണ്ടാലും എന്നെ എന്തോ അങ്ങ് ചെയ്യുമത്രേ, എന്നിട്ട് അവൻ 2 കാലിൽ നടന്നു പോകുമോ? അപ്പോ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ്. ഇസ്ലാമിനെതിരെ ചിന്തിക്കാൻ പാടില്ല, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, ഇസ്ലാം എന്ന മതം വിമർശനങ്ങൾക്ക് അതീതമാണ് എന്നൊക്കെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഒരിക്കലെങ്കിലും ഈ പുസ്തകം നന്നായിട്ട് സ്വന്തം ഭാഷയിലൊന്ന് വായിച്ചാൽ അന്നവൻ ഉപേക്ഷിക്കും ഈ മതം. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അന്നവൻ ഉപേക്ഷിക്കും ഈ മതം. വട്ടന്മാര്, മതവട്ടന്മാരാണ് ഈ പുസ്തകവും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവും അല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. ഈ ടീമിന് ബുദ്ധിയില്ല.
ഒന്നാമത്തെ കാര്യം, ഇവര് ചിന്തിക്കുന്നത് എങ്ങനെയാ? ലിംഗം കൊണ്ടാ ചിന്തിക്കുന്നത്. ഇപ്പൊ നോക്ക്, ഇപ്പം ഞാൻ പറയുന്നത് ഇസ്ലാം മത വിമർശനമാണ്. താല്പര്യമുള്ളവര് മാത്രം എന്റെ ലൈവിൽ നിന്നാ പോരെ? താല്പര്യമില്ലാത്തവർ ഡോൺ റെക്കമെൻഡഡ് ദിസ് പേജ് എന്ന് അടിച്ചാൽ തന്നെ എന്റെ ലൈവ്, പിന്നീട് എന്റെ ലൈവോ വീഡിയോസോ ഒന്നും അവർക്ക് കിട്ടില്ല. അക്ഷരാഭ്യാസം പഠിച്ചവരോടല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകത്തില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെ വീഡിയോസ് ഞാൻ കാണത്തില്ല. അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ പോകത്തില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറിച്ചുള്ളത് അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ വല്ലാതെ പുച്ഛിക്കുവാണ്. ബുദ്ധിയുള്ളവൻ പിന്നീട് അവിടേക്ക് പോകത്തില്ല. ശരിയല്ലേ? അവരെ അടിച്ചിറക്കുന്നത് വരെ അവിടേക്ക് വലിഞ്ഞു കയറി പോകേണ്ട കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആർക്കും വരാം, എന്തും പറയാമെന്ന് വിചാരിക്കരുത്. അല്ല, അപ്പോ സൗദി അറേബ്യയിൽ പോയിരുന്നിട്ട് ഒരു കാക്ക യോഗിയെ പൂരത്തെറി പറഞ്ഞു. എന്നെ തെറി പറഞ്ഞ കാക്കയുടെ വീഡിയോസ്, അയാളുടെ വോയിസ്, അയാളുടെ സ്ക്രീൻഷോട്ട് ഒക്കെ ഞാൻ എന്നിടത്ത് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇവരൊക്കെ ഇനിയിപ്പോ കരഞ്ഞു വിളിച്ചു വരും, സോറി അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോ ഇവർക്ക് എന്താണോ എപ്പോഴാണോ തോന്നുന്നത് എന്ന് പറയാൻ പറ്റില്ല. വീട്ടില് അർദ്ധ പട്ടിണി സഹിക്കാൻ പറ്റാതെ ആധാരം വിറ്റും താലിമാല വിറ്റും ഉള്ള മുക്കുപണ്ടം കൊണ്ടുപോയി പണയപ്പെടുത്തി, മുക്കുപണ്ടം പണയപ്പെടുത്തുന്ന ടീമുണ്ടല്ലോ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കടം വാങ്ങിച്ചും ഒക്കെ ആയിരിക്കും ഇവര് വിദേശത്തേക്ക് പോകുന്നത്. അവിടെ പോയി 10 പൈസ കയ്യിൽ കിട്ടി, എല്ലിൻ്റെ ഇടയ്ക്ക് മാംസമൊക്കെ വന്ന് ഒന്ന് തടിച്ചു കൊഴുത്തു കഴിഞ്ഞാല് പിന്നീട് ഇവരുടെ മതമര്യാദകളുമായിട്ട് ഗുണ്ടായുസവുമായിട്ട് ഇവരങ്ങോട്ട് ഇറങ്ങും. മറ്റുള്ളവരെ പാപ്പിച്ചാന്. You took a picture of Yogi Adityanath, used an A and so on. പടം ബൃഹതാക്കിയിട്ട് എന്ത് ചെയ്തു? യോഗി ആദിത്യനാഥിന്റെ ഒരു പടം എടുത്തിട്ട് AI ഒക്കെ ഉപയോഗിച്ച് പടം ബൃഹതാക്കിയിട്ട് യോഗിയെ കുറിച്ച് കുറച്ചെറിയ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിന് താഴെ ചിലർക്ക് യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയും വെച്ചിട്ട് തെറി എഴുതി കഴിഞ്ഞാൽ ഇവൻ സൗദി അറേബ്യയിൽ ഇരിക്കുന്നത് കൊണ്ട് സേഫ് ആണ് എന്നിവൻ ചിന്തിച്ചോ? കമന്റ് ചെയ്തു, നീ ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ പോലീസുകാരെ സ്നേഹമായി പോടെ, നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെ തോളിൽ തൂക്കിയിട്ടോളിരുന്നു. മനസ്സിലായോ? അതായത് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് കാക്ക യോഗി ആദിത്യനാഥിനെ പൂരത്തെറി വിളിച്ചു. പിന്നീട് നോക്കിയപ്പോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിന് താഴെ ചിലർക്ക് വന്ന് കമന്റ് ചെയ്തു, നീ ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ പോലീസുകാരെ സ്നേഹമായി പോടെ, നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെ തോളിൽ തൂക്കിയിട്ടോളിരുന്നു. യോഗിയെ ഭോഗി എന്ന് വിളിച്ചറിയാം. അപ്പൊ നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം ഇവരുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് യോഗിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് എന്തും നമുക്ക് പറ്റും എന്ന് ചിന്തിക്കുന്ന ആള്. അപ്പൊ കാക്ക കമന്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നീട് കാക്കായെ 2 പോലീസുകാര് തൂക്കിയെടുത്തോണ്ട് പോകുവാണ്. ഈ അവസ്ഥയിലായി പോയി കാക്ക. 2 കാലും തറയിൽ കുത്താൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ കാക്കായെ തൂക്കിയെടുത്ത് വളരെ ആദരവോടെ ബഹുമാന സൂചകമായിട്ടാണ് പോലീസുകാർ കൊണ്ടുപോകുന്നത് ബാക്കി ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. ആളുകൾക്ക് ഒരു പാഠമാണ്. അൽത്തമിഷ് മല്ലിക് ഇപ്പൊ ജയിലില്ല. കാരണം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പിടിച്ചു കൊടുക്കും. വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന നമ്മുടെ നാട്ടിലെ ചില നേതാക്കൾ, ആ നേതാക്കൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ പെട്ട നേതാക്കൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേതാക്കൾ മാത്രമാണോ? നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ BJP കുറ്റം പറയുന്നു, RSSനെ ചീത്ത വിളിക്കുന്നു, അവർ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മൊത്തം പണി. അപ്പൊ ഇസ്ലാമിനെ എതിർക്കുന്നവരെ തെറി പറയുന്നു, കൊലവിളി നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പൂര തെറി വിളിക്കുന്നു ഈ മാനസിക രോഗികൾ. ഭയങ്കര ധൈര്യമാണ്. കാരണം അത്തരം രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള അതിനൊരു പണി കിട്ടിയെന്ന് കേൾക്കുന്നത് എന്താ? അല്ല, അത് ഒന്ന് സിലു പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അത്തരം രാജ്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ പ്രതീക്ഷയായിരിക്കും. അവരുടെ പ്രതീക്ഷയല്ല, ഞങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യയെക്കാളും പെറ്റമ്മയേക്കാൾ വലുതാണ് പൊറ്റമ്മ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലരുടെ ധാരണ ഇനിയിപ്പോ നമ്മുടെ രാജ്യത്തെത്തി. നമ്മുടെ ഇന്ത്യയല്ലേ സാർ രാജ്യം? അവിടെ എത്താൻ പറ്റിയത് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളതുകൊണ്ടാണ്. അത് മറന്നിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ നേതാക്കന്മാർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വളരെ മ്ലേച്ഛമായി ആക്ഷേപിക്കുന്ന ഒരുപാട് പേർ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു വനിതാ സുഹൃത്ത് അവിടെ ബിസിനസ് സംരംഭം നടത്തുകയാണ്. യോഗി ആദിത്യനാഥിന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആശംസ അർപ്പിച്ചു എന്നതിന്റെ പേരിൽ അവരുടെ ജോലി കളയാൻ വേണ്ടി അവിടെയുള്ള മലയാളികൾ
അവരുടെ സ്ഥാപനത്തിൽ പരാതി കൊടുത്തു. അപ്പൊ അവർ വളരെ ഡിഫെൻഡ് ചെയ്തു. ഞാനൊന്നുമില്ല, എന്റെ രാജ്യത്തെ ഒരു നേതാവിന് ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അതെന്റെ അവകാശമല്ലേ. അവസാനം തള്ളിപ്പോയത് പരാതി. പക്ഷേ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവരന്മാരൊക്കെ പലരും വിളിക്കുന്നത് പറയും മോങ്ങിജി എന്ന് വിളിക്കും. മോങ്ങിജി എന്ന് വിളിച്ച് കളിക്കുന്നുണ്ട്. യോഗിയെ ഭോഗി എന്ന് വിളിച്ച കളിയാണ്. അപ്പൊ നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം ഇവരുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ കാലം കഴിയാണ്. അപ്പോ സൗദി അറേബ്യയിൽ ഉത്തർപ്രദേശിലെ മുസാഫർ നഗരക്കാരനായ ഒരുത്തൻ അൽത്തമിഷ് മല്ലിക് എന്നാണ് അവന്റെ പേര്. അവൻ സ്വയം അവകാശപ്പെടുന്ന അവൻ ഖുർബാൻ എന്നാണ്. ഖുർബാനി എന്ന് പറഞ്ഞാൽ എന്താ, ആത്മബലിയോ ഒക്കെയാണ്. അപ്പോ അൽത്തമിഷ് മല്ലിക് എന്ന് പറഞ്ഞവന് അവിടെ എത്തിയിട്ട് അവന് ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ഉത്തർപ്രദേശുകാരനാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ പരമ പുച്ഛമാണ്. അവനപ്പോൾ എന്ത് ചെയ്തു, യോഗി ആദിത്യനാഥിന്റെ ഒരു പടം എടുത്തിട്ട് AI ഒക്കെ ഉപയോഗിച്ച് പടം വികൃതമാക്കിയിട്ട് യോഗിയെ കുറിച്ച് കുറച്ച് തെറി എന്തെങ്കിലും പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിന്റെ താഴെ ചിലരൊക്കെ വന്ന് കമന്റ് ചെയ്തു, നീ ഇങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, നീ ഒരു ഇന്ത്യൻ പൗരനാണ്, വിദേശ രാജ്യത്തിരുന്നിട്ട് ഇങ്ങനെ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ചില കമന്റ് ഇട്ടപ്പോൾ അതിന് താഴെ പറഞ്ഞു, ഞാനിരിക്കുന്ന സൗദി അറേബ്യയിലാണ്, എന്റെ രാജ്യം സൗദി അറേബ്യയാണ്, ഇവിടെ ഇരുന്ന് എന്നെ ആരും ഒന്നും ചെയ്യാൻ പറ്റുമോ, ഞാൻ പ്രവാചകന്റെ മണ്ണിൽ നിന്നാണ് ചെയ്യുന്നത് എന്നൊക്കെ കമന്റ് കിട്ടും. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഉണ്ട്, ഈ ചങ്ങായി എപ്പോഴും എവിടെയെങ്കിലും ഭീഷണി പ്രവാചകന്റെ മണ്ണിൽ ഇരുന്നിട്ട് കമന്റ് ഇട്ടാലും അവൻ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരനല്ലേ. ഈ ഇന്ത്യൻ പൗരത്വം ഉള്ളതുകൊണ്ടും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലൊക്കെ ഒരുപാട് വ്യാപാര ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമല്ലേ കാക്ക അവിടെ പോയിരിക്കുന്നതല്ലേ. അത് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആളുതാമസം വേണ്ടേ. ചെറിയ പ്രായത്തിലെ മദ്രസയിൽ പോയിട്ടുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ ഈ വക ഐറ്റങ്ങൾക്ക്. ഈ ചങ്ങായി ഗുജറാത്തിലെത്തി, സോറി ഉത്തർപ്രദേശിലെത്തി. കാക്ക വിചാരിച്ചത് ആനപ്പുറത്തിരുന്നാൽ പട്ടിയെ പേടിക്കണ്ട എന്ന് പറയുന്നത് പോലെ ഞാനിപ്പോ ഇരിക്കുന്നത് സൗദി അറേബ്യയിലല്ലേ, എന്റെ പ്രവാചകന്റെ മണ്ണിലല്ലേ, ഒരിക്കലും കാക്ക ഇങ്ങോട്ട് വരൂലേ കാക്ക. ഉത്തർപ്രദേശിലെത്തിയിട്ട് പുള്ളി നടന്നല്ല വരുന്നത്, പുള്ളിയെ പല്ലക്കി കൊണ്ടുവരിക. 2 പോലീസുകാരുടെ തോളത്ത് കൈയിട്ടാണ് വരുന്നത്. കാല് 2 നിലത്ത് കുത്താൻ പറ്റില്ല. കാലിൽ എന്ത് പറ്റി നിൽക്കുന്നില്ല. പക്ഷെ പോലീസുകാരെ സ്നേഹമായിപ്പോടെ നീ മണ്ണിൽ ചവിട്ടണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിനെ തോളിൽ തൂക്കിയിട്ട് വിടുന്നു. അതിന് പക്ഷെ കരയുന്നുണ്ട്. ആ തോളിൽ തൂക്കിയിട്ട് നമ്മളെ ആരെങ്കിലും ഒന്നു വരുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് സന്തോഷമുണ്ട്. പക്ഷെ ഇദ്ദേഹം നിലവിളിക്കാണ്. അപ്പോ ഇത് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് യോഗിയെ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു പാഠമാണ് അൽത്തമിഷ് മല്ലിക് ഇപ്പൊ ജയിലിലാണ്. ഉത്തർപ്രദേശ് പോലീസ് സൗദി അറേബ്യയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. സൗദി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് വാറണ്ട് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. നല്ല കീച്ചും കൊടുത്തു. ഇനി കാല് കുത്തി നടക്കത്തില്ല. കാല് കുത്താൻ വയ്യാത്തത് വെറുതെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം നവതാരി 5 വയസ്സും 7 വയസ്സുള്ള 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. പോലീസ് അവനെ പിടിക്കാൻ പോയപ്പോൾ പോലീസിനെ ആക്രമിച്ചു, വെടി കൊണ്ടു, അവൻ ചത്തുപോയി. ആർക്കും സംശയമൊന്നുമില്ല. അവിടെ ചിലപ്പോൾ ചില കേസുകളിലെ പ്രതികളുമായിട്ട് പോകുമ്പോൾ പോലീസ് ജീപ്പ് മറിയും, ആള് തട്ടിപ്പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പ്രതിയെ പിടിച്ചാലും പോലീസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ആദ്യം അവന്റെ കാലിട്ട് വെടിവെക്കും. കാല വെടിവെച്ച് കഴിഞ്ഞാൽ കാലിന്റെ എല്ല് കറന്നു പോകും. ഇവിടെ ഇവര് വിചാരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്തോ വലിയ മുസ്ലിം വിരോധിയാണ്, നരേന്ദ്രമോദി എന്തോ വലിയ മുസ്ലിം വിരോധിയാണ് എന്നൊക്കെയാണ്. വാസ്തവം എന്താ? അക്രമിയുടെ ജാതിയും മതവും നോക്കുന്നില്ല. അക്രമി ശിക്ഷിക്കപ്പെടുമ്പോൾ അത് മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ അക്രമവാസനയുള്ളത് മുസ്ലിങ്ങളാണ്. ഇപ്പോ ബലാത്സംഗത്തിന്, അതല്ലെങ്കിൽ പീഡനങ്ങൾക്ക്, കൊലപാതകത്തിന്, ഭീഷണികൾക്ക്, തീവ്രവാദത്തിന്, ഇതിനൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് ആരാ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാ. ബലാത്സംഗികളും തീവ്രവാദികളും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളും ആരാ? ഞമ്മന്റെ ആളുകളാ. ഏറ്റവും കൂടുതൽ അക്രമവാസനകൾ കൊണ്ടു നടക്കുന്ന ഈ ടീമിനെ ശിക്ഷിക്കുന്നു അല്ല. UP-യിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന അക്രമങ്ങളിൽ ഇവരാണ് മുൻപന്തിയിൽ, മുസ്ലിങ്ങൾ. അപ്പൊ ഇവര് പറയുന്നു മുസ്ലിങ്ങളോടാണ് യോഗി എത്രയും ചെയ്യുന്നത്. അവര് ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം ഇവര് പറയുമോ? ഇല്ല. കാക്ക സൗദിയിൽ പോയിരുന്നിട്ട് യോഗിയെ ഭോഗി എന്ന് വിളിച്ച് AI വഴി യോഗിയുടെ ചിത്രം വികൃതമാക്കിയിട്ടപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ സൗദിയിലാണ് ഇരിക്കുന്നത്. അതിന്റെ കമന്റ്സ് മൊത്തം അവനെതിരായിരുന്നു. അപ്പോഴും അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഒരു ചുക്കും ചെയ്യില്ല. വന്നുടനെ പിന്നീട് കാക്കായെ പെറുക്കിയെടുത്താ കൊണ്ടുപോയത്. 3-4 പോലീസുകാരുടെ അകമ്പടിയോടെ കാല് തറയിൽ കുത്താൻ പറ്റാതെ എഴഞ്ഞാണ് 2 പോലീസുകാർ അവനെ കൊണ്ടുപോയത്.
മര്യാദയ്ക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എവിടെ പോയാലും മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം തലച്ചോറിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ് എന്ന് മറന്നിട്ട് എന്തും അങ്ങോട്ട് വിളിച്ചു പറയും. ഇന്നലെ ഒരുത്തൻ പൂരത്തെറിയുമായിട്ട് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് വാട്സപ്പില് പൂരത്തെറികളാണ് വിളിക്കുന്നതെല്ലാം. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഇവർക്കൊക്കെ കൃത്യമായി പണി കിട്ടിക്കൊണ്ടിരിക്കുക. ഞാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ യോഗിയെ തെറി പറഞ്ഞിട്ട് സൗദിയിൽ സുഖസുന്ദരമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച കാക്കായെ എഴഞ്ഞു നടക്കുന്ന പരുവത്തിൽ പോലീസ് അങ്ങടാക്കി. കാരണം UP-യിൽ വന്നിറങ്ങുമ്പോഴേക്ക് ഇവൻ അറിയണം എന്താണ് യോഗി. അത്ര യോഗിക്ക് വേണ്ടിയിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ ചെയ്യുന്ന പ്രതിയെ പിടിച്ചാലും പോലീസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം അവന്റെ കാലിട്ട് പിടിക്കും. കാലം വെടിവെച്ച് കഴിഞ്ഞാൽ കാലിന്റെ എല്ല് തറന്നു പോകും. ഒരു കാരണമുണ്ട്. നമ്മൾ വെറുതെ തമാശക്ക് വെടി വെക്കുന്നില്ല. അവൻ ചെല്ലുമ്പോഴത്തേക്ക് അവൻ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കും. പോലീസിന് ജീവൻ രക്ഷിക്കണ്ടേ? പോലീസ് വെടി വെക്കും. പോലീസ് എത്ര മനസാക്ഷിയുള്ള പോലീസുകാരാണ്? ആദ്യമേ കാലിലെ വെടിവെക്കുള്ളൂ, അത് കഴിഞ്ഞാൽ തലയ്ക്ക് വെടിവെക്കുള്ളൂ. അപ്പൊ നമ്മുടെ കേരളത്തിലെ പോലീസിനെ പോലെയല്ല. അത് വെടിവെക്കാൻ തീരുമാനിച്ചാൽ അവർ കാലിൽ ആദ്യം വെടിവെക്കും. മനുഷ്യാവകാശ ലംഘനമൊന്നും പറയാൻ പറ്റില്ല. കാരണം പോലീസിന് മനഃപൂർവ്വം കൊല്ലാനാണെങ്കിൽ തലയ്ക്ക് വെടിവെക്കാൻ നെഞ്ചിന് വെടിവെക്കാൻ ഇല്ല, കാലിലെ വെടിവെക്കുന്നത്. അപ്പൊ ചിലർ പറയുന്നത് കാലിലെ വെടിവെക്കുന്നത് മനഃപൂർവ്വമാണ്. കാരണം ഈ കേസെല്ലാം കഴിഞ്ഞ് വന്നാലും ഇവൻ കാല് കുത്തി നടക്കത്തില്ല. ഇനി അവൻ ഞൊണ്ടി ഒരു ക്ലച്ചസൊക്കെ പിടിച്ച് നടക്കേണ്ടി വരും. അപ്പൊ പഴയ പോലെ ബലാത്സംഗവും കൊലയും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ വികലാംഗനാക്കി വിടുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വികലാംഗനാക്കി വിടുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഉണ്ടോന്നറിയില്ല, വികലാംഗ പെൻഷൻ കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വിടും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിലും കുറെ ആളുകളുണ്ട് ഈ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് തെറി പറഞ്ഞ് ഫോട്ടോ ഒക്കെ വെറുതമാക്കിയിരുന്ന ആളുകളുണ്ട്. അവരൊന്ന് ഓർക്കണം, അൽത്തമീഷ് മല്ലിക്കിന് എന്ത് പറ്റി എന്ന് അന്വേഷിക്കണം. അൽത്തമീഷ് മാലിക്കിന്റെ വീഡിയോ കണ്ടാൽ 2 വട്ടം ആലോചിക്കണം. അപ്പൊ സത്യത്തിൽ വേറെ കാര്യമുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, സംശയമില്ലല്ലോ. ഫാസിസ്റ്റുകാരുടെ മുഖ്യമന്ത്രിയൊന്നുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിണറായിയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് പിണറായിയെ ആരോട് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി, അത് പ്രകടിപ്പിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് അതിരുകളുണ്ട്. ചിത്ത പിടിക്കുക, തെറി പറയുക, അതൊന്നും ഭൂഷണമല്ല. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, BJP-യുടെ ഒന്നുമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ പാഠമാണ്. ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിൽ ജയിക്കുന്നവന്റെ ഭാഗത്താണ്. ജനാധിപത്യത്തിനകത്ത് നിന്നിട്ട് ഈ ജനാധിപത്യം ആവോളം ആസ്വദിച്ചിട്ടു മാത്രമല്ലേ ഇവർക്ക് മതാധിപത്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂ, അല്ലേ? അവര് ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് ഇവർ ഇത്രയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഭാഗത്താണ് ശരി, ജയിക്കുന്നവന്റെ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ പറയും വോട്ട് ചോരി നടത്തിയിട്ട് ഒന്ന് പോടാപ്പാ. ഇതിപ്പോ സുപ്രീം കോടതി ഓടിച്ചില്ല വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കണം. പോയി വല്ല ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോയി പറയാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു തീയൊക്കെ പരാതി ഉണ്ട് എഴുതി തരൂല. കാരണം അത് ഞാൻ ചെയ്യൂല. പരാതി ഉണ്ട് എഴുതി കൊടുത്തിട്ട് പറയുന്ന കള്ളാന്ന് തെളിഞ്ഞാൽ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിയാൽ പിന്നെ ചിലപ്പോൾ 2 വർഷത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റൂല. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ യു പി നോക്കിയാണ് ഇവന്മാർ അലമുറ ഇടുന്നത്. ഇന്ന് കേരളം ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ ആസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കാണുന്നുണ്ടോ നിങ്ങള്? ബലാത്സംഗങ്ങൾ, കള്ളം, കൊള്ള, കൊല, തട്ടിപ്പ്, വെട്ടിപ്പ്, ഭീകരവാദം, തീവ്രവാദം, ഇരുമ്പ് നിക്കറിന്റെ മെഷീനുകളും ഫാക്ടറികളും ഇതൊക്കെ ഈ കേരളത്തിലാണ് ഇന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് കേരളത്തിലും ഞാനിപ്പോ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ അൽത്തമീഷ് മല്ലിക്കിന്റെ കാര്യം പറയാൻ കാരണം പറഞ്ഞാൽ, ഇവിടെ ഇരുന്നിട്ട് യോഗി ആദിത്യനാഥിനെതിരെ പോസ്റ്റ് ഇടുന്നവരെ സൗദി അറേബ്യ എന്ന് പൊക്കിക്കൊണ്ട് വരാമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് പിടിച്ചെടുക്കും. ഇത് നമ്മൾ ഈ പുറത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പം ഈ സമീപകാലത്ത് ഒരു 40ഓളം പേര് വിദേശ രാജ്യത്ത്, ഇതുപോലെ ഗൾഫ് രാജ്യത്ത് ജയിലിൽ പോയി. അവർ ഹിന്ദുക്കളാണ്. ഇപ്പൊ മാവേലിക്കരയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മാവേലിക്കരയിലോ കായംകുളത്തൊക്കെ ഉള്ളവർ അവർ പറഞ്ഞ പോലെ ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം പാലിക്കണം. അവര് എതിരാളികളെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള സ്വാതന്ത്ര്യം ഒന്നും വിദേശത്തില്ല. അതൊന്നാമത്തെ കാര്യം. അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടാണ്. അതാണ് അവരോട് പറയാനുള്ളത്. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഇവർക്കൊക്കെ തിന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യോഗിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടിയാൽ തീർന്നു സംഗതി. യോഗിയെ പോലെയല്ല, യോഗി 5 വർഷം കേരളം ഭരിച്ചാൽ കേരളത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ലെന്ന് മാത്രമല്ല, അവന്മാരൊന്നും ഇവിടെ ഇങ്ങനെ പൊളച്ച് നടക്കില്ല. എത്തിക്കേണ്ടിടത്ത് യോഗി എത്തിച്ചിരിക്കും. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി, സൗദി അറേബ്യയിലാണെങ്കിലും വേറെ UAE-യിലാണെങ്കിലും അവിടെ ഒരു പൗരത്വമൊന്നുമില്ല.
തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇന്ത്യയാണ് രാജ്യം. ഇന്ത്യയാണ് രാജ്യം. അതൊക്കെ അങ്ങ് മതിമറന്ന് ഞാൻ എന്റെ പ്രവാചകന്റെ രാജ്യത്താണ്, ഞാൻ അതുകൊണ്ട് എനിക്ക് എല്ലാം ആയി എന്ന് കരുതുമ്പോൾ സർക്കാർ ഒന്ന് ആഞ്ഞു പിടിക്കാൻ തീരുമാനിച്ച പെട്ടത് തന്നെയാണ്. അതിപ്പോ കേരളത്തിൽ അൽത്തമിഷിനെ കേരളത്തിലെ ഈ സുടുക്കൽ ഓർമ്മിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഭരണഘടനാ പദവികളിലിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ആളുകളെയൊക്കെ നമ്മൾ മാനിക്കണം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിഹത്യ, അപവാദം പറയല്, ചിത്തവിളി, വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവേണ്ട ആളുകൾ മലയാളിയാണ്, പക്ഷെ മലയാളി കിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറഞ്ഞത് 100 ബുൾഡോസറുകളാണ് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹം ആ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഉറപ്പിക്കാനും മുൻകാലങ്ങളിലെ സർക്കാരുകൾ നടത്തിയിരുന്ന മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ളതെല്ലാം കണ്ണടച്ച് വിട്ടുകൊടുത്തത് ഒക്കെ ശരിയാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. UP-യുടെ ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം തികച്ച മുഖ്യമന്ത്രിയാണ്. ഈ അടുത്ത 5 വർഷവും ഉത്തർപ്രദേശ് ഭരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തന്നെയാണ്. ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു നേതാവാണ് യോഗി. അതുകൊണ്ട് അൽത്തമിഷ് മാലിക്കിനെ പോലെ വേറൊരു രാജ്യത്താണ്, ഇത് അറബി രാജ്യമാണ്, എന്റെ മതമാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നെഗളിച്ചാൽ വിവരറിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി ഇരിക്കുന്ന ആ കസേരയിൽ അടുത്തതായി ഇരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് യോഗി ആദിത്യനാഥിന് തന്നെയാണ്, ഒരു സംശയവുമില്ല. അവിലും മലരുമൊക്കെ ഇവിടെ വിറ്റു നടന്ന ആളുകൾ ഇന്ന് തിഹാർ ജയിലിന്റെ പ്രത്യേകമായിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ഒരുക്കിയ ഗസ്റ്റ് ഹൗസിൽ ഐസ് ഫാക്ടറിക്കകത്ത് ഇരിക്കുക നിക്കറില്ലാതെ. അവരെ കോണകമുടിപ്പിച്ച് അന്നു വരെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് NIA ഛർദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കാ? നമ്മുടെ PFI സഹോദരന്മാർക്കാ. അതിനും അവര് മറന്നിട്ടില്ല, മടിച്ചിട്ടുമില്ല. അപ്പോ മര്യാദയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? റെനി, ഇനിയും ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ക്യാപ്ഷൻ ഇടണം, ഇതിനകത്ത് മുറിയന്മാര് വരരുത്, തുമ്പൻസിന് വേണ്ടിയുള്ളതല്ല. വായിക്കാൻ അറിയുന്നവരെങ്കിലും അതൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാ പിന്നെ അവര് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കുമല്ലോ. കാരണം നമുക്ക് നമ്മുടെ രാജ്യം വളരെ പ്രധാനമാണ്. നമ്മുടെ രാജ്യം നാളെ തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും മാനവികതയുള്ള മനുഷ്യർ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാകും. ഹലാലുകാരെയും വഖഫുകാരെയും ഹിജാബുകാരെയും ഒക്കെ വലിച്ച് കീറി യോഗി ആദിത്യനാഥ് UP-യെ ഒരു പുതിയ UP-ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആ യോഗി ആദിത്യനാഥിന്റെ കരങ്ങളിൽ കേരളം കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ ഈ കേരളം നവീകരിക്കപ്പെടും, ശുദ്ധീകരിക്കപ്പെടും, തീവ്രവാദ മുക്തമാക്കപ്പെടും. സംശയം അച്ചാറിലൊക്കെ അച്ചാറ് ഹലാൽ മാർക്കുള്ള ഗർഭനിരോധന ഉറകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഉത്തർപ്രദേശിൽ ഈ ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടി നിരോധിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും നിരോധിക്കണം. ഉത്തർപ്രദേശിൽ ബാൻ ചെയ്തു. ഉത്തർപ്രദേശിൽ യോഗി എടുക്കുന്ന നടപടികൾ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അല്ലെങ്കിൽ ഇസ്ലാമിക അജണ്ടയുമായി വരുന്ന ആൾക്ക് വലിയ ഭീഷണിയാണ്. ഇപ്പൊ ഹലാൽ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരു സാധനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം. ഇത് കൊൽക്കത്തയിലെ അതിന്റെ ആസ്ഥാനം ഹലാൽ സർട്ടിഫിക്കേഷൻ. സ്വകാര്യ സ്ഥാപനമാണ്. അതെ, സ്വകാര്യ സ്ഥാപനമാണ്. അവര് ഒരു വർഷം ഉണ്ടാക്കുന്ന 25,000 കോടി രൂപ ഇങ്ങനെ സാധനം. എന്നിട്ട് ആ ഉണ്ടാക്കുന്ന പണം അത് ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം. അപ്പൊ യോഗി ആദിത്യനാഥ് വേരുകളിലാണ് ചികിത്സിക്കുന്നത്. ഇവര് തീവ്രവാദവും ഭീകരവാദവും UP-യെ ആട്ടിമൂട്ടി നിറയ്ക്കുമ്പോൾ ഇതെങ്ങനെയുണ്ടാകുന്നു? എങ്ങനെയാണ് ഈ ഭീകരന്മാർ വളർന്ന് പെരുകി പടർന്നു പന്തലിക്കുന്നത് എന്നാണ് യോഗി ആദിത്യനാഥ് അന്വേഷിച്ചത്. അത് അന്വേഷിച്ചപ്പോൾ ചെന്ന് നിന്നത് കുറെ ഫണ്ടുകൾ ഇവർക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം ഫണ്ടുകൾ ഇവർക്ക് വരുന്നത്? അതെ, ഒന്ന് വഖഫാണ്, പിന്നീട് മതവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ മത വിഭാഗങ്ങളിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട്. അടുത്തതായിട്ടുള്ളത് ഹലാലാണ്. ഹലാലിൽ നിന്നും ലഭിക്കുന്ന വരുമാനം വെച്ചിട്ട് ഇവർ തീവ്രവാദത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും അവരത് ഉപയോഗിക്കുന്നു.
അത് കണ്ടെത്തിയപ്പോൾ ആദ്യം ഹിജാബ് വലിച്ചെറിഞ്ഞു. വഖഫ് എന്ന പേരിവിടെ പറഞ്ഞു പോകരുത്, വലിച്ചെറിഞ്ഞു. അടുത്തതായിട്ട് ഹലാലിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തു? വലിച്ചു കീറി മോന്തക്കെറിഞ്ഞു. യോഗിയോട് നിങ്ങളുടെ ഒരു പണിയും നടക്കില്ല. നമുക്ക് വലിയ ഭീഷണിയാണ്. നമ്മുടെ ജനസംഖ്യയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നത് ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. നബിയുടെ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാറുണ്ട്. ഒന്ന് ഈ പന്നി ഭക്ഷിക്കില്ല എന്നുള്ളത്, 2 പലിശ പാടില്ല എന്നുള്ളത്. ഇത് ജൂതവിരോധം കാരണമാണ്. പൊളിറ്റിക്കൽ ആക്ഷൻ ആയിരുന്നു അത്. ബുൾഡോസർ ബാബ നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ലക്ഷ്യം ഹലാൽ ഭക്ഷണശാലകളാണ്. ഹലാലിനെതിരെ ഇന്ന് യോഗി ആഞ്ഞടിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. അദ്ദേഹം ഗോരഖ്പൂര്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാണ് ഗോരഖ്പൂര്. അപ്പൊ അവിടെ RSSന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം മേഖലയില് തട്ടകത്തില് ആഘോഷിക്കുമ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാം, ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ബ്രിട്ടീഷ് കോളനി, ഫ്രഞ്ച് കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇന്ത്യയുടെ എല്ലാ കാലത്തും ഏറ്റവും വലിയ ഭീഷണി ആയിരുന്നത് എന്ന വാസ്തവം ചരിത്ര പുസ്തകങ്ങളിലൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം നമുക്ക് വലിയ ഭീഷണിയാണ്. നമ്മുടെ ജനസംഖ്യയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നത് ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ തകർക്കാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. നമ്മുടെ പൂർവ്വ സൂര്യകൾ ഇതിനെതിരെ പോരാടിയിരുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ. എന്നിട്ട് അദ്ദേഹം പേര് പറഞ്ഞു ശിവാജി, ഗുരു ഗോവിന്ദ് സിംഗ്, മഹാറാണ പ്രതാപ്, റാണ സംഘ. ഇതില് നമുക്ക് ശിവാജിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, ഗുരു ഗോവിന്ദ് സിംഗിന്റെ അറിയാം, മഹാറാണ പ്രതാപിന്റെ ഒക്കെ അറിയാം. റാണ സംഘ എന്ന് പറയുന്നത് മീര ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ആളുകൾ അന്ന് ഈ രാജ്യത്തിനു വേണ്ടി പൊരുതിയതുകൊണ്ടും മത തീവ്രവാദികൾക്കെതിരെ ശബ്ദിച്ചതുകൊണ്ടുമാണ് ഇന്ന് നമുക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ രാജ്യം ഇന്നും ജനാധിപത്യമായി നിൽക്കുന്നത്, ഒരു ബഹുസ്വര രാജ്യമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഈ രാജ്യത്തെ മത തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുമായിരുന്നു. ഭക്തമീരയുടെ കുടുംബത്തിലെ നിന്നുള്ള ആ സമയത്ത് രാജാവാണ് റാണ സംഘ. റാണ സംഘം ഫൈറ്റ് ചെയ്തത് ഡൽഹിയിൽ നിന്നുള്ള മുഗളന്മാർക്കെതിരെയായിരുന്നു ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ഫൈറ്റ് ചെയ്താണ് കൊല്ലപ്പെടുന്നത് റാണ സംഘയും. അല്ലെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, യോഗി പറഞ്ഞത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം വേറെ പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ അങ്ങനെയുണ്ടോ? അതായത് ഇസ്ലാമിന്റെ അത് ഒരുപാട് ഈ ഖുർആൻ വചനങ്ങളൊക്കെ നോക്കി ഇസ്ലാമിൽ അന്തർലീനമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട. എന്താ പൊളിറ്റിക്കൽ ഇസ്ലാം? ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറ്റൂ. അങ്ങനെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ട് ഈ രാജ്യത്തെ മതവൽക്കരിക്കുക, അതായത് തെരഞ്ഞെടുപ്പ് ഹറാമാണ് എന്ന് പറഞ്ഞവർ പിന്നീട് അവർ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കി. എന്തിന്? രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കണ്ടേ? എന്നാലല്ലേ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റൂ. അങ്ങനെ ഇവർ നമ്മുടെ രാജ്യത്തെ ഒരു താലിബാനാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ഒരു അഫ്ഗാനാക്കി മാറ്റാനും ഇറാനിലെ കൊമേനിയുടെ ഭരണ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനും ശ്രമിക്കുമ്പോൾ ശിവാജി ഇനി വന്ന് പ്രതികരിക്കില്ല, റാണ പ്രതാപ് ഇനിയും വന്ന് പ്രതികരിക്കില്ല, ഗോവിന്ദ് സംഘ ഇനിയും വന്ന് പ്രതികരിക്കില്ല. പക്ഷേ അവർ വരച്ചിട്ട അടയാളപ്പെടുത്തലുകൾ, അവർ വെട്ടിയ വഴികൾ, അതിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. ചെയ്ത് കഴിഞ്ഞാലൊക്കെ വലിയ അതെ. അത് ഞാൻ മിലിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്കം മുതല് ഇന്ത്യയിൽ ഇത് വരുന്നത് വരെയുള്ള കഥയാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി ശരിക്കും സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് തുടക്കം മുതൽ കേരളത്തിന്റെ മത രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും അത് വാർത്തയാക്കുകയും ഈ മത തീവ്രവാദത്തിന്റെ ആഴം ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി പുസ്തകം എഴുതുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇതിന്റെ ഉള്ളിൽ ഹിംസയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാ സമയത്തും അത് സാമ്രാജ്യത്വ സ്ഥാപനം തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇസ്ലാമിന്റെ ലക്ഷ്യം പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കലാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നബിയുടെ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാറുണ്ട്. ഒന്ന് ഈ പന്നി ഭക്ഷിക്കില്ല എന്നുള്ളത്, 2 പലിശ പാടില്ല എന്നുള്ളത്. ഇത് ജൂതവിരോധം കാരണമാണ്. പൊളിറ്റിക്കൽ ആക്ഷൻ ആയിരുന്നു അത്. അവർ പന്നി മാംസം വിറ്റ് കാശുണ്ടാക്കുന്നുണ്ടായിരുന്നു, ഇവർക്ക് വിറ്റിട്ടും. അന്നത്തെ ഇസ്ലാം തുടങ്ങുന്നില്ലേ ഉള്ളൂ, അതിൽ ചേരുന്നവരും ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട്. പിന്നെ പണം പലിശ കൊടുക്കുന്നത് ഷൈലോക്കിന്റെ കഥയൊക്കെ നമുക്കറിയാം. അതെ. അപ്പൊ പലിശയും അങ്ങനെ
പലിശയും ഈടാക്കുന്നുണ്ടായിരുന്നു ജൂതന്മാര്. അതുകൊണ്ട് നമ്മളുടെ ഇതില് പലിശ ഇല്ല. അതല്ലാതെ ഒരു ജീവകാരുണ്യം എന്നുള്ള നിലയ്ക്ക് വന്നതല്ല ഈ പലിശ ഇല്ല എന്നുള്ള പറയുന്നതും മറ്റേ പന്നിമാംസം കഴിക്കില്ല എന്നുള്ളതും. അത് രണ്ടും കൊണ്ട് ജൂതന്മാർ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരായ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ആണത്. അപ്പൊ അതുകൊണ്ട് ഇത് ബേസിക്കലി പൊളിറ്റിക്കൽ തന്നെയാണ്, എടുത്തു പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോ ഈ ഇദ്ദേഹം പറയുന്നത് ഇപ്പോഴും അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഞങ്ങള് ജൂലൈയില് ഇവിടെ പിടിച്ച ചങ്കൂർ ബാബ. അദ്ദേഹം ചങ്കൂർ ബാബയുടെ ഉദാഹരണം പറഞ്ഞു. ചങ്കൂർ ബാബ ഒരു മതം മാറ്റർ ആക്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഹിന്ദുക്കളെയൊക്കെ മതം മാറുന്നു. അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 106 കോടി രൂപ ഉണ്ടായിരുന്നു. അയാൾക്ക് മുംബൈയിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഹോട്ടലിൽ ഒരു സ്ത്രീയുടെ കൂടെയാണ് പിടിച്ചത്. പിടിച്ചത് ഒരു സ്ത്രീയുടെ കൂടെ ആയിരുന്നു. വലിയ കെട്ടിടങ്ങളൊക്കെ അയാൾ ചെറിയ തോതിൽ ഇസ്ലാം മതം സ്വീകരിച്ച പെണ്ണായിരുന്നു, നെസ്രിൻ എന്നായിരുന്നു പേര്. അവളായിരുന്നു പിന്നീട് മതം താൻ സ്വീകരിച്ചതും തനിക്ക് സമാധാനം കിട്ടിയതുമൊക്കെയായിട്ട് ജനങ്ങളോട് പറഞ്ഞ് മതപരിവർത്തനത്തിലേക്ക് ആളുകളെ കൂട്ടിയിരുന്നത് ഈ ചങ്കൂർ ബാബ. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു. തീവ്രവാദ സംഘടനകളിൽ നിന്നാണ് അവന് പണം ഒഴുകി വന്നത്. അപ്പോ ഈ തീവ്രവാദത്തിന് വേണ്ടി പണം ഇറക്കുന്ന ആളുകളെ കൂടി കൂട്ടുന്നതിനു വേണ്ടിയാണ് യോഗിയുടെ ശ്രമം. യോഗിയുടെ ആ ശ്രമത്തെ ഇന്ത്യൻ ജനാധിപത്യം നെഞ്ചിലേറ്റുന്നു എന്ന് മാത്രമല്ല, അസമാണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും അത്തരം തീരുമാനങ്ങളുമായി യോജിച്ച് അവരും ഇത്തരക്കാരുടെ വീടുകൾക്കും മസ്ജിദുകൾക്കും അനധികൃതമായി നിർമ്മിച്ച ഇത്തരക്കാരുടെ കെട്ടിടങ്ങൾക്കുമെതിരെ ബുൾഡോസർ ഇറക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? യോഗിയാണ് ശരി എന്നവർ അംഗീകരിക്കുമായിരുന്നു. അതെ, യോഗിജി തീർച്ചയായിട്ടും ശരിയാണ്. റെനി, നമുക്ക് നിർത്താം.